പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 25 അവേഴ്സ് ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഫോർ കരിയർ കൗൺസിലേഴ്സ് ഈ സെഷൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കരിയർ കൗൺസിലേഴ്സിന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില കഴിവുകളെക്കുറിച്ച്, സ്കില്ലുകളെക്കുറിച്ചാണ്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായി നമ്മൾ ഒരുപാട് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു കരിയർ കൗൺസിലർക്ക് വേണ്ടത്, എന്തെല്ലാം തരം കഴിവുകളാണ് വേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി, അല്ലേ? എല്ലാവർക്കും ആ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നന്നായി തന്നെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകുമെന്നും കരുതുന്നു. ഇന്ന് നമ്മളിപ്പോൾ വിശകലനം ചെയ്യാൻ പോകുന്ന വിഷയമെന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിംഗ് ആണ്. ഒരു കരിയർ കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം അത്യാവശ്യമുള്ള സ്കില്ലുകളിൽ ഒന്നാണ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. ശരിയല്ലേ? കാരണം ഒരു കരിയർ കൗൺസിലർ ആരാണ്? പ്രോബ്ലം സോൾവറാണ്, അല്ലേ? നമ്മുടെ അടുത്തേക്ക് ആളുകൾ എന്തുമായാണ് വരുന്നത്? പ്രോബ്ലംസുമായാണ് വരുന്നത്. ശരിയാണല്ലോ. ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സർവീസ് അവൈൽ ചെയ്യാനോ അല്ല വരുന്നത്. അവർ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു വിഷയത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അവർക്ക് ആ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി, അല്ലേ? ആ കൺഫ്യൂഷൻ റെക്ടിഫൈ ചെയ്ത് അവരുടെ ആ ഉത്തരം കിട്ടുന്ന ചോദ്യത്തിന് നല്ലൊരു ഉത്തരം നൽകാൻ കഴിയുക എന്നുള്ളതാണ് ഒരു കരിയർ കൗൺസിലറുടെ പരമപ്രധാനമായ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോൾ അതിന് പല ഘട്ടങ്ങളുണ്ട്, അല്ലേ? നമ്മൾ അതിനെ പല ഘട്ടങ്ങളിലൂടെ സമീപിച്ച് അതിനെ തീരെ ഇല്ലാതാക്കി ആ പ്രോബ്ലത്തിന് പരിഹരിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള കരിയർ കൗൺസിലറായിട്ട് മാറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മുമ്പിലേക്ക് ഞാൻ ഏത് ജോലി സെലക്ട് ചെയ്യണം, ഏത് കരിയർ മേഖലയിലേക്ക് പ്രവേശിക്കണം, അല്ലെങ്കിൽ ഇന്ന കരിയർ മേഖലയിലേക്ക് ഞാൻ പ്രവേശിക്കണമെങ്കിൽ എനിക്ക് എന്ത് യോഗ്യതയാണ് വേണ്ടത്, ഞാൻ എന്താണ് പഠിച്ചിരിക്കേണ്ടത് മുതലായ കാര്യങ്ങളെക്കുറിച്ച് ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളോ നമ്മോട് ഒരു സംശയത്തോടു കൂടി നമ്മളെ സമീപിക്കുന്നു. അതാണ് ഇവിടെ പ്രോബ്ലം. അവരെ വിശദമായി പഠിച്ചു കഴിഞ്ഞ് അവരുടെ ഉള്ളിലുള്ള കൺഫ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി പിന്നീട് ഈ കുട്ടികളുടെ ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ, ആട്രിബ്യൂട്ടുകൾ, ആറ്റിറ്റ്യൂഡുകൾ, ആപ്റ്റിറ്റ്യൂഡുകൾ, പിന്നെ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ, അഭിരുചികൾ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിശകലനം ചെയ്ത ശേഷം നമ്മൾ ഒരു ഉത്തരം കൊടുക്കും. മോനെ, നിനക്ക് ഏറ്റവും നന്നായി ശോഭിക്കാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖല അത് ഇന്നതാണ്. അതുപോലെ മകളെ, നിനക്ക് ഈ കോഴ്സ് നീ പഠിച്ചു കഴിഞ്ഞാൽ നീ ഇന്ന മേഖലയിലേക്ക് നിനക്ക് കയറാൻ പറ്റും. നീ ആഗ്രഹിക്കുന്നത് ഈ റൂട്ടാണെങ്കിൽ അതിന് ഇന്ന ബസ്സിലാണ് കയറേണ്ടത് എന്ന രീതിയിൽ നമുക്ക് ഒരു സൊല്യൂഷൻ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ നമ്മോട് ചോദിക്കുന്ന ആ ചോദ്യം, പ്രോബ്ലവും, അതിന് നമ്മൾ കൊടുക്കുന്ന മറുപടി അതിനുള്ള സൊല്യൂഷനും ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കരിയർ കൗൺസിലറുടെ പരമപ്രധാനമായ ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോബ്ലം സോൾവിംഗ് ആണ്. ആരുടെ? നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ, അല്ലേ? രണ്ടുപേരും കൂടി ചേർന്നാണ് പലപ്പോഴും നമ്മളെ സമീപിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഈ കൂട്ടരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ പറയാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ചിത്രം, അല്ലേ? ഇതിൽ ഒരു കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടാവും. അത് നമുക്ക് സ്റ്റോറിയാക്കി ഞാൻ പറയാം. ഒരു റിട്ടയർഡ് അധ്യാപകൻ, അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു വീടൊക്കെ വാടകയ്ക്കെടുത്ത് അവിടെ ഇങ്ങനെ വളരെ ശാന്തമായി സ്വസ്ഥമായി തൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം നയിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇരിക്കുകയായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഹോബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം ഭക്ഷണം കഴിക്കുക, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക, കുറച്ചൊക്കെ എഴുത്തുകുത്തുകളൊക്കെ നടത്തുക, അത് കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുക. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയായിക്കൊണ്ട് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിനോട് ചേർന്ന് തൊട്ടടുത്ത് ഒരു ഫീൽഡ് ഉണ്ടായിരുന്നു, ഒരു പറമ്പുണ്ടായിരുന്നു. ഈ പറമ്പിലേക്ക് എപ്പോഴും കുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വരുമായിരുന്നു. മിക്കവാറും സമയത്ത് ആ ഫീൽഡിലെ കുട്ടികൾ ഇങ്ങനെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇദ്ദേഹം സ്വസ്ഥമായിട്ട് എന്തെങ്കിലും വായിക്കാനോ
എഴുതാനോ ഒക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഈ കുട്ടികൾ പന്ത് കളിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത് അതിന് വലിയൊരു ശല്യമായി അനുഭവപ്പെട്ടു. താൻ ആഗ്രഹിച്ച ആ സ്വസ്ഥതയും ശാന്തതയും അവിടെ കിട്ടാത്തൊരു സാഹചര്യം അദ്ദേഹത്തിന് ഫീൽ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? ഒന്ന് ആലോചിച്ചു, എങ്ങനെ ഞാൻ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും? ഈ കുട്ടികളെ എങ്ങനെയാണ് എനിക്ക് അവിടുന്ന് പിന്തിരിപ്പിച്ച് അവരിന്ന് ഇവിടെ കളിക്കരുത്, ഈ കളി എനിക്ക് ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഇവരിന്ന് ഇവിടെ കളിക്കരുത്, അതെന്ത് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാനിപ്പോൾ ഒരിടത്തേക്ക് പോയിട്ട്, മക്കളെ നിങ്ങൾ ഈ കളിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് പഠിക്കാൻ വയ്യ, എഴുതാൻ വയ്യ, എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ കളി നിർത്തി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരാണ്, ഒരിക്കലും അവരത് ചെവിക്കൊള്ളാൻ പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വേറെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അവരെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് വേണ്ടത്. അത് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മുടെ കഥാനായകൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ചെയ്ത കാര്യം വളരെ രസകരമായൊരു കാര്യമാണ്. അദ്ദേഹം ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ ചെയർ എടുത്തുകൊണ്ട് അദ്ദേഹം ആ ഫീൽഡിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കും. ആ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഇദ്ദേഹം ഒരു ചെയർ ഇട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി ഇരുന്നുകൊണ്ട് അവരെ കളി ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഇതിങ്ങനെ ചെയ്യും, കളി കാണും. അങ്ങനെ ആദ്യത്തെ ദിവസം ഇദ്ദേഹം അവിടെ പോയി കളി കണ്ട പാടെ ഇദ്ദേഹം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളിയെല്ലാം കഴിഞ്ഞു, മക്കളെ എല്ലാവരും ഓടി വന്നേ, എല്ലാവരും വിളിക്കും, എല്ലാവരും ഇതിന് ചുറ്റും ഓടി വരും. ആകാംക്ഷയോടെ എന്താണ് ഇദ്ദേഹം പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് ഈ പിള്ളേരെല്ലാവരും ഇതിന് ചുറ്റും കൂടി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം അവരോട് പറയുകയാണ്, മക്കളെ എനിക്ക് നിങ്ങളുടെ കളി ഭയങ്കര ഇഷ്ടമായിട്ടോ, നിങ്ങളിങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലാണ്, എനിക്കിങ്ങനെ നിങ്ങളുടെ കൂടെ കളിക്കുന്നൊരു ഫീലാണ് കിട്ടുന്നത്. ഞാൻ എല്ലാ ദിവസവും ഇനി നിങ്ങളുടെ കളി കാണാൻ വേണ്ടി വരും, നിങ്ങളും ഇവിടെ വന്ന് കളിക്കണം, ഓക്കെ? അപ്പോൾ എനിക്ക് നിങ്ങളുടെ കളിയിൽ നിന്ന് കണ്ടപ്പോൾ കിട്ടിയ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു പാരിതോഷികമായിട്ട് 100 രൂപ പിടിച്ചോളൂ, എല്ലാവരും പോയിട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വാങ്ങി കഴിച്ചോളൂ, ഓക്കെ, എൻ്റെ സന്തോഷത്തിന് എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് വലിയ സന്തോഷമായി. അവർ ആ 100 രൂപയും വാങ്ങിയിട്ട് അവിടുന്ന് പോയി, നമുക്ക് നാളെയും വരടാന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസവും ഇവർ കളിക്കാൻ വേണ്ടി അവിടെ വന്നു. അപ്പോഴും ഈ വൃദ്ധൻ അവിടെ വന്ന് ചെയറിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, കളി കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കളി കഴിഞ്ഞു. അന്നും അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളെല്ലാവരെയും അടുത്തേക്ക് വിളിച്ചു, അന്നും അവർക്കൊരു 100 രൂപ കൊടുത്തു. അടുത്ത ദിവസം അദ്ദേഹം ഇതേപോലെ കളി കാണാൻ വേണ്ടി വന്നു. കളി കഴിഞ്ഞപ്പോൾ 50 രൂപ കൊടുത്തു, ദാ കയ്യിൽ വെച്ചോളുന്നു അതിൻ്റെ സന്തോഷത്തിന്. അതിൻ്റെ അടുത്ത ദിവസം അദ്ദേഹം 20 രൂപയാണ് കൊടുത്തത്. അതിൻ്റെ അടുത്ത ദിവസം അദ്ദേഹം അവർക്ക് 10 രൂപയാണ് കൊടുത്തത്. പിന്നീടുള്ള 2 ദിവസങ്ങളിലും അദ്ദേഹം ആ കുട്ടികൾക്ക് ഒന്നും കൊടുത്തില്ല. അദ്ദേഹം വെറുതെ വന്നു, അവിടെ വന്നിരുന്ന് കളി കണ്ടു. കളി തീർന്നപ്പോൾ അദ്ദേഹം മിണ്ടാണ്ട് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. കുട്ടികളാകെ ഇങ്ങനെ എന്താ സംഭവിച്ചതെന്നുള്ളത് ഷോക്കായി നിൽക്കുകയാണ്. 3-ാമത്തെ ദിവസമായപ്പോൾ ഈ കുട്ടികൾ തീരുമാനം എടുത്തു, അങ്ങനെ ഇപ്പോൾ അയാൾ ഫ്രീ ആയിട്ട് നമ്മുടെ കളി കാണണ്ട, ഓക്കെ, നമ്മൾ ഇവിടുന്ന് കളി മാറ്റാം, നമ്മുടെ കളി വേറെ എവിടേക്കെങ്കിലും മാറ്റാം, നമ്മൾ എന്തായാലും ഇനി ഇവിടെ കളിക്കണ്ട എന്നവരൊരു തീരുമാനം എടുത്തു. എന്നിട്ട് അവരവിടെ ആ കളി നിർത്തി അവർ പുതിയ കളിസ്ഥലങ്ങളിലേക്ക് തേടി പോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നൊക്കെ പറയുന്ന പോലെ വൃദ്ധൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ആ കുട്ടികൾ അവിടെ നിന്നുള്ള കളി മതിയാക്കി വേറെ എവിടെയെങ്കിലും പോകണം, തനിക്ക് കുറച്ചുകൂടി സ്വസ്ഥത കിട്ടണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷെ അത് നേരെ ചൊവ്വേ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കേൾക്കില്ല. അദ്ദേഹം വളരെ വിദഗ്ധമായി അവരുടെ സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചു. കാരണം അദ്ദേഹം ആരാണ്? പല വർഷങ്ങളായി കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ട് ഒരു കോളേജിലൊക്കെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികളുടെ മനഃശാസ്ത്രം കൃത്യമായിട്ട് അറിയാമായിരുന്നു. അവരോട് നമ്മൾ അതൊരു പ്രത്യേക ഒരു കഴിവാണ്, ചില ആൾക്കാർക്ക് നല്ല കഴിവാണ്. കാരണം കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കിയിട്ട് അവരിലൂടെ ഒരു കാര്യം നേടിയെടുക്കുക എന്നുള്ളത് ഇന്ന് പലപ്പോഴും പല ആളുകളും അധ്യാപക വൃത്തിയിൽ പരാജയപ്പെട്ടു പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സൈക്കോളജി മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് എങ്ങനെയാണോ തൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തിയത്, അതേപോലെ നമുക്കും സാധിക്കണം. ഒരു കരിയർ കൗൺസിലറുടെ പരമപ്രധാനമായിട്ടുള്ള ഉദ്ദേശങ്ങളിൽ ഒന്ന് ഇങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മൾ വളരെ വളരെ ക്രിയാത്മകമായി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നത്തിന് എന്ത് പരിഹാരമാണ് കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ നിന്ന് വളരെ ഷാർപ്പാണ്. അവരടുത്തേക്ക് നമ്മളൊരു പ്രശ്നവുമായിട്ട്, അല്ലെങ്കിൽ അവർ നമ്മളത്തേക്ക് വരുന്നുണ്ട്, ആ പ്രശ്നത്തിന് ഒരു പരിഹാരവുമായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളതിന് വളരെ ഡീപ്പായിട്ടുള്ള സ്റ്റഡി ചെയ്തിട്ടുള്ളൊരു പരിഹാരം വേണം നമ്മൾ കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ ബ്ലാ 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 പറയുന്ന കാര്യം ഉണ്ടാവില്ല. വളരെ നന്നായിട്ട് ആ വിഷയത്തെ വിശകലനം ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ആ കുട്ടിയുടെ മൊത്തത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി, അവൻ്റെ കഴിവുകൾ, അവൻ്റെ ജന്മസിദ്ധമായിട്ടുള്ള വാസനകൾ, അവൻ്റെ ഉള്ളിലുള്ള ഓരോ വിഷയത്തോടുമുള്ള താല്പര്യങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ട് അതിന് ഏറ്റവും ഉചിതമായൊരു കോഴ്സ് നമുക്ക് വേണ്ടി നൽകണം. പലപ്പോഴും പല കുട്ടികളും ഇതിന് തയ്യാറാവില്ല. ഓക്കെ, പലരും നമ്മളോട് കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാവില്ല. അപ്പം നമ്മൾ വലിയ സൈക്കോളജിസ്റ്റൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ
അല്ലെങ്കിൽ നമ്മൾ വലിയ കൗൺസിലറായിരിക്കും, പേര് കേട്ട ആളായിരിക്കാം. പക്ഷെ നമ്മൾ ഒരു കുട്ടിയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുട്ടിയായിട്ട് മാറണം. പക്ഷെ കുട്ടിയായിട്ട് മാറണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മുതിർന്ന ആളുടെ പക്വത വെച്ചുകൊണ്ട് ഒരു കുട്ടിയെ പോലെ ചിന്തിക്കാൻ കൂടി നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് ആ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക. ഇപ്പോൾ എനിക്ക് നമ്മുടെ മെമ്പറായിട്ടുള്ള സോണിയ മാഡമാണെന്ന് തോന്നുന്നു. സോണിയ മാഡത്തിൻ്റെ കെയർ ഓഫിൽ എനിക്ക് പാലായിൽ നിന്ന് ഒരു പയ്യനെ കൗൺസിൽ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പയ്യൻ്റെ പേരൻസുമായി സംസാരിക്കുമ്പോൾ അവരവരോട് ഒരുപാട് വിഷമങ്ങൾ പറയുന്നുണ്ട്. സാറേ ഇങ്ങനെയൊക്കെയാണ് പ്രോബ്ലം, അവൻ പഠിക്കുന്നില്ല, ഇങ്ങനെയാണെന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ ആ പയ്യൻ വളരെ റിബലസ് ആയിട്ട് അവിടെ ചോദ്യം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ്, ഞാൻ നെക്സ്റ്റ് സൺഡേ ഞാനിങ്ങനെ കോട്ടയം ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ നമുക്ക് കോട്ടയത്ത് ഒരു കുറച്ച് നേരം നമുക്ക് ഇരിക്കാം, നിങ്ങൾ ഈ മകനെ കൂട്ടി വരൂ, നമുക്ക് അവിടുന്ന് സംസാരിക്കാം, നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നല്ലൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറയുമ്പോൾ ഈ പയ്യൻ വളരെ റിബലസ് ആയിട്ട് ചോദിക്കുക, ഞാൻ എന്താ ഭ്രാന്തനാണോ, ഞാൻ എന്താ ഒരു മനോരോഗിയാണോ, നിന്നെ നിങ്ങൾ സൈക്കാട്രിസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ് പയ്യൻ വളരെ അജിറ്റേറ്റഡ് ആയിട്ടോട് സംസാരിക്കുന്നത് എനിക്കങ്ങനെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഫോണിൽ കൂടെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കൊടുക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ഫോൺ വാങ്ങിച്ചു. ഞാൻ അവനെ പരിചയപ്പെട്ടു. മോനെ, നീ വിചാരിക്കുന്ന പോലെ ഞാൻ സൈക്കാട്രിസ്റ്റ് അല്ല കേട്ടോ, ഞാൻ ഇതുപോലെ വളരെ മോശം സാഹചര്യങ്ങളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ മാർക്ക് വാങ്ങിയുന്നൊരു സാഹചര്യത്തിൽ നിന്ന് പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തിയപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു ഡോക്ടറേറ്റ് ഹോൾഡറായിട്ട്, ഒരു PhD ഉള്ള ഒരാളായിട്ടാണ് ഞാനിപ്പോൾ നിൻ്റെ മുമ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എത്തിപ്പെടാൻ പറ്റിയത് എനിക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിന്നെ പോലുള്ള പ്രായത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ ഞാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ ചെയ്ത പോലെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ എനിക്ക് കൊടുക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ തനിക്കും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, എൻ്റെ പേരിൻ്റെ മുമ്പിൽ ഒരു ഡോക്ടർ എന്നുണ്ട് എന്നുള്ളതായത് ഞാനൊരു ഡോക്ടറല്ല. ഞാൻ ആക്ച്വലി ഒരു മെഡിക്കൽ ഡോക്ടറല്ല, സൈക്കാട്രിസ്റ്റ് ഒന്നുമല്ല. ഞാനൊരു അക്കാഡമിക് ഡോക്ടറാണ്. ഞാനൊരു കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഞാൻ നിന്നോട് സംസാരിക്കാൻ പോകുന്നത് ഞാനൊരു ഡോക്ടറായിട്ടോ ഒരു മനഃശാസ്ത്രജ്ഞനായിട്ടോ അല്ലെങ്കിൽ ഞാനൊരു വലിയ കേമനായിട്ടോ ഒന്നുമല്ല. ഞാനൊരു ബ്രദറിനെ പോലെ, നിൻ്റെ ഒരു ബ്രദറിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് കുറച്ച് ടിപ്പുകൾ പറഞ്ഞു തരിക, അത്ര മാത്രമേ എനിക്കുള്ളൂ. പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാനും നിൻ്റെ പഠിക്കുന്ന പാഠങ്ങൾ പെട്ടെന്ന് തലയിൽ കയറാനും അത് അവിടെ തന്നെ മറന്നു പോകാതെ ഉറച്ചിരിക്കാനും കഴിയുന്ന ഒരുപാട് നല്ല ടിപ്പുകൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അത് മാത്രമാണ് ഉദ്ദേശം. അല്ലാണ്ട് നിന്നെ കൗൺസിലിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ നിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും എൻ്റെ മൈൻഡിൽ യാതൊരു ഉദ്ദേശവും ഇല്ല മോനെ. എന്നെ നീ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കണ്ടാൽ മതി, വേറെ ഒന്നും നീ ധരിക്കരുതെന്ന് ഞാൻ പറഞ്ഞപ്പം വളരെ സമാധാനാവുകയും ആ പയ്യൻ വളരെയധികം സന്തോഷത്തോടു കൂടി ഓക്കെ സാർ, നോ പ്രോബ്ലം, ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു പറഞ്ഞില്ലേ, അവനെ ഒന്നും വിചാരിക്കണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ മൈൻഡ് തണുപ്പിച്ചു. ഞാൻ അവൻ്റെ എൻ്റെ വഴിക്ക് കൊടുന്നു, നമുക്ക് കൂടാം, നമുക്ക് അടിച്ച് പൊളിക്കാം, നീ ഒന്നും പറയണ്ട, ഞാൻ എൻ്റെ കൂടെ ഉണ്ട്, എന്ത് സപ്പോർട്ട് വേണം നീ എന്നെ വിളിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ആ പയ്യന് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ അവൻ നമ്മോട് പറയാണ്, താങ്ക് യു സാർ, എനിക്കിപ്പോൾ മൈൻഡ് ഒരുപാട് ക്ലിയർ ആയി എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ റൂട്ടിലോട്ട് അങ്ങോട്ട് പോയിട്ട് അവരെ നമ്മുടെ വഴിക്കോട്ട് കൊണ്ടുവരാൻ, അല്ലേ, നമ്മുടെ റൂട്ടിലോട്ട് അവരെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇന്ന് പല അധ്യാപകരും പല രക്ഷിതാക്കളും പരാജയപ്പെടുന്നത് എവിടെയാണെന്നറിയോ? അവരുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് മക്കളെ അല്ലെങ്കിൽ കുട്ടികളെ അവരുടെ തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പടിക്കെട്ടിൻ്റെ ടോപ്പ് ഫ്ലോറിൽ നിൽക്കുകയാണ്, അല്ലേ, ടോപ്പ് പടിയിൽ ഏറ്റവും മുകളിലത്തെ പടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. കുട്ടികൾ ഏറ്റവും താഴത്തെ പടിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഈ ഏറ്റവും മുകളിലത്തെ പടി നിന്നുകൊണ്ട് താഴത്തെ പടി നിൽക്കുന്ന പയ്യനോട് വാ ഇങ്ങോട്ട് കയറി വാ, ഇങ്ങോട്ട് കയറി വാ, ഇങ്ങോട്ട് കയറി വാ എന്ന് പറയുമ്പോൾ അവർക്കൊരിക്കലും കയറി വരാൻ സാധിക്കില്ല. കാരണം ഇറ്റ്സ് നോട്ട് സോ പ്രാക്ടിക്കൽ. അവരുടെ മുമ്പിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുടെയും മിഥ്യാബോധങ്ങളുടെയും ഒരു വലിയ തടസ്സമുണ്ടാകും. നമ്മൾ ചിന്തിക്കുന്നതാണ് ശരി, നമ്മൾ പറയുന്നതാണ് ശരി, എനിക്ക് ചുറ്റുമുള്ളവരെല്ലാവരും ശത്രുക്കളാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് അബദ്ധധാരണകളുടെ ഒരു വലിയൊരു കോട്ട നിങ്ങൾക്കും അവർക്കും ഇടയിലുണ്ടാകും. അതൊരു അദൃശ്യമായ കോട്ടയാണ്. നിങ്ങൾ അതിനെ കാണാതെ, അതിനെ പരിഗണിക്കാതെ നിങ്ങൾ മുകളിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് കയറി വാടാ, ഇങ്ങോട്ട് കയറി വാടാ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കയറി വരാൻ സാധിക്കില്ല. പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ താഴോട്ട് ഇറങ്ങിച്ചെല്ലണം, അല്ലേ? നിങ്ങൾ ഒരു 4-5 പടിക്കെട്ട് താഴോട്ട് ഇറങ്ങി ചെന്നിട്ട് അവരുടെ കൈ പിടിച്ച് അവരെ കൂട്ടിക്കൊണ്ട് മുകളിലോട്ട് പോകണം. അപ്പോൾ മാത്രമേ നമുക്കൊരു കൃത്യമായി കൗൺസിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ഞാൻ ആ പയ്യൻ്റെ ലെവലിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു.
മോനെ ഞാൻ നിന്നെ സഹായിക്കാൻ വന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു ഫ്രണ്ടായിട്ട് മാറുകയാണ്. അവൻ്റെ ഫ്രണ്ടായിട്ട് മാറി അവൻ്റെ മാനസികാവസ്ഥ നമ്മുടെ മാനസികാവസ്ഥയുമായിട്ട് സിങ്ക് ആയതിനു ശേഷം പതുക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, അവരിങ്ങനെ നമ്മുടെ ലെവലിലേക്ക് ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നിട്ട് ഇതാണ് മോനെ ലോകം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അത് ഏറ്റവും നല്ല ഫലപ്രാപ്തമായിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ശ്രമങ്ങൾ പാഴായി പോകും, അവർ അക്ഷമരാകും, നമ്മൾ അക്ഷമരാകും, സ്വാഭാവികമായിട്ടവിടെ ക്ലാഷ് ഉണ്ടാകും. അൾട്ടിമേറ്റ്ലി ആർക്കും ഒരു പ്രയോജനവും ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ സ്റ്റോറിയിൽ ഈ ഒരു റിട്ടയർഡ് അധ്യാപകൻ ചെയ്ത പോലെ കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ചിത്രം നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഈ കാണുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ആരാണ് ഈ വ്യക്തി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കോളൂ. ഇദ്ദേഹം മറ്റാരുമല്ല, മലയാളക്കര കണ്ട കേരള രാഷ്ട്രീയത്തിലെ അനിഷേധ്യനായ ഒരു നേതാവ്, മുസ്ലിം ലീഗിൻ്റെ ഒരു സമുന്നതനായ നേതാവും നമ്മുടെ നിയമസഭാ സ്പീക്കറും ഒക്കെ ആയിരുന്ന ബഹുമാനനായ സീതി സാഹിബായിരുന്നു ഇദ്ദേഹം. ഓക്കെ, എൻ്റെ നാട് തിരൂര്. എൻ്റെ നാട്ടിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമായിട്ട് ഒരു പോളിടെക്നിക്കിനെ പ്രവർത്തിക്കുന്നുണ്ട്. സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് വളരെ പ്രശസ്തമായ കേരളത്തിലെ എണ്ണം പറഞ്ഞ പോളിടെക്നിക്കുകളിൽ ഒന്നാണ് അത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീതി സാഹിബിൻ്റെ ഒരു സ്റ്റോറി കൂടി ഞാൻ നിങ്ങളോട് പറയണം. വളരെ ക്രിയാത്മകമായിട്ട് അദ്ദേഹം ഒരു പ്രശ്നം പരിഹരിച്ച രീതിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അദ്ദേഹം ഒരിക്കൽ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി. കോഴിക്കോടാണ്. വളരെ നല്ലൊരു വാഗ്മിയാണ്, നർമ്മത്തോടു കൂടി എന്ത് കാര്യങ്ങളും സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്, വളരെ കണ്ണിങ് ആയിട്ടൊരു വ്യക്തിയാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ഓക്കെ, ഇംഗ്ലീഷിൽ അത്ര കണ്ട് പ്രാവീണ്യം ഇദ്ദേഹത്തിന് ഇല്ല. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇദ്ദേഹത്തിന് കോഴിക്കോട് ഒരു പൊതുപരിപാടിയിൽ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഇദ്ദേഹം വളരെ താല്പര്യപ്പെട്ട് കോഴിക്കോട്ട് എത്തിച്ചേരുകയാണ്. അവിടെ എത്തിച്ചേർന്ന് സ്റ്റേജിലിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഞെട്ടിക്കുന്നൊരു സത്യം മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം ഒഴിച്ച് അവിടെ വന്നിട്ടുള്ള എല്ലാവരും സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. സ്വാഗത പ്രസംഗം പറഞ്ഞത് മുതൽ അധ്യക്ഷ പ്രസംഗം പിന്നീട് വന്ന സംസാരങ്ങൾ എല്ലാം തന്നെ ഇംഗ്ലീഷിലാണ്. ഇദ്ദേഹത്തിനാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ അത്രക്കങ്ങോട്ട് പരിജ്ഞാനം ഇല്ല. എന്തു ചെയ്യും? എല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം മാത്രം മലയാളത്തിൽ സംസാരിച്ചാൽ മോശമല്ലേ? ഓഡിയൻസ് എന്ത് വിചാരിക്കും? ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിക്കും. അത് ഒരു നിയമസഭാ സാമാജികനായ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അത് എതിരാളികൾക്ക് വലിയൊരു ആയുധമാക്കി പൊക്കിപ്പിടിക്കാവുന്ന ഒരു വിഷയമായി മാറും. അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെ ഞാൻ ഈ ഒരു കുരുക്കിന് രക്ഷപ്പെടും? കാരണം അടുത്ത 1-2 ആളുകൾ കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാനുള്ള വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആലോചിക്കുക, ഞാൻ എന്താ ഇപ്പോൾ ചെയ്യുക? അടുത്ത ഊഴ എൻ്റേതാണല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും സംസാരിച്ചല്ലേ പറ്റൂ, എന്ത് ചെയ്യാം? ഈ ഒരു പ്രശ്നത്തിൽ നിന്ന്, ഒരു പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് എങ്ങനെ കരകയറാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ പുറത്ത് ഓഡിയൻസിൻ്റെ ഇടയിൽ 2-3 പേര് നല്ല പരിചയക്കാരായിട്ടുള്ള മുഖങ്ങൾ കണ്ടു. അവർ ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാരായിരുന്നു. ഇദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്നറിയോ? സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നേരെ അവരുടെ അടുത്തേക്ക് പോയി അവർക്ക് കൈ കൊടുത്തു, എന്തൊക്കെയോ അവരോട് സംസാരിച്ചു. കുറച്ച് നേരം ഒരു 2 മിനിറ്റ് അവരുടെ ചെവിയിൽ എന്തോ സ്വകാര്യം പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം തിരിച്ചു വന്ന് ഒന്നും അറിയാത്ത പോലെ തൻ്റെ സീറ്റിൽ ഇരിക്കുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ ഇദ്ദേഹത്തിന് മുമ്പ് പ്രസംഗിച്ച ആൾ പ്രസംഗിച്ച് കഴിഞ്ഞു. അദ്ദേഹം പ്രസംഗം നിർത്തി. അതിനുശേഷമാണ് നമ്മുടെ ബഹുമാനായ സീതി സാഹിബ് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അദ്ദേഹം ആ ഡൈസിലേക്ക് പോയി മൈക്കിൽ 2 തവണ നിന്ന് കൊട്ടി. എന്നിട്ട് തൻ്റെ ആ ഒരു ഘനഗംഭീരമായ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ പാടെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കണ്ടിരുന്ന 4-5 പേര് മുമ്പോട്ട് വന്നുകൊണ്ട് ഭയങ്കര ബഹളം. ഇവിടെ കുറേ നേരമായാലും നിങ്ങളെല്ലാവരും ഇംഗ്ലീഷിൽ കിടന്ന് അലക്കാൻ തുടങ്ങിയിട്ട്. ഇത് കേരളമല്ലേ? ഇത് ഇംഗ്ലണ്ടിൽ നിന്നല്ലോ, യൂറോപ്പിൽ നിന്നല്ലോ. നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? ഇവിടെ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്, ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാർ. ഇവിടെ ഒരാളെങ്കിലും ഒന്ന് മലയാളത്തിൽ സംസാരിക്കണോ? നിങ്ങൾ ഒരാളെങ്കിലും ഒന്ന് മലയാളത്തിൽ സംസാരിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ ഇത് കേട്ടപാടെ സീതി സാഹിബ് പറഞ്ഞു, പ്രിയമുള്ളവരെ, ഞാൻ ആക്ച്വലി ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ തയ്യാറായി പ്രിപ്പയർഡായി വന്നൊരാളായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് സഹോദരന്മാർക്ക് ഇംഗ്ലീഷ് അറിയാത്ത ആളുകളുമുണ്ട്. അപ്പോൾ അവരുടെ കൂടി പ്രത്യേക പരിഗണിച്ച് അവരുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഞാൻ മലയാളത്തിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം മലയാളത്തിൽ പ്രസംഗിക്കുകയാണ്. കണ്ടോ, ഒരു വലിയൊരു പ്രതിസന്ധിയെ അദ്ദേഹം എങ്ങനെ മെറ്റിക്കുലസ്ലി പ്ലാൻ ചെയ്ത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പരിഹരിച്ചു എന്ന് നമുക്ക് നോക്കാം. അല്ല, ഇതാണ് ഇവരെ പോലുള്ള ആളുകളൊക്കെ മഹാന്മാരാക്കി മാറ്റുന്നത്. ഒരു വലിയ വലിയ പ്രശ്നങ്ങളെപ്പോലും വളരെ സിമ്പിളാക്കി വളരെ ഈസിയാക്കി ഇവരങ്ങോട്ട് പരിഹരിച്ച് കളയും.
അപ്പോൾ ഇതും ഒരു രീതിയാണ്, ഒരു പ്രോബ്ലം നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ എങ്ങനെ നമ്മൾ കാര്യമായ ഒരു അല്ലേ, ആ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് ഒരാൾക്ക് ഇപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് പഠിച്ചെടുത്ത് പറയാനുള്ള സമയമൊന്നുമില്ല. അതുപോലെ പറയാതിരുന്നു കഴിഞ്ഞാൽ മോശവുമാണ്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തത്, അവിടെ ഒരു പരിഹാരം. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണോ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ, ഓഡിയൻസിലേക്ക് നോക്കിയപ്പോൾ ഒരു പരിഹാരം കണ്ടെത്തിയത്, 4 ആളുടെ രൂപത്തിൽ ആ ഒരു പരിഹാരം അദ്ദേഹം കണ്ടെത്തിയത്, അതുപോലെ നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക തന്നെ വേണം. നമ്മുടെ മുമ്പിലേക്ക് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ നോക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നികട്ടമായി നോക്കിയിട്ട്, എടാ മോനെ നീ ഇന്ന കോഴ്സ് പഠിച്ചോ, അല്ലെങ്കിൽ നീ ആ കരിയർ എടുത്തോ എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് നമ്മൾ അവരെ വിശദമായിട്ട് പഠിക്കുക, അവനോട് സംസാരിക്കുക. നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം സംസാരിക്കുക. പലപ്പോഴും നമ്മൾ കൗൺസിലർമാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ചാടി കയറി പറഞ്ഞും കൊണ്ടേയിരിക്കും അല്ലേ. അവർ കുറച്ച് മാത്രം ചോദിക്കുകയും കൂടുതൽ സംസാരിക്കുകയും ചെയ്യും അല്ലേ. നമ്മൾ സ്പീക്കേഴ്സ് അല്ല, നമ്മൾ കൗൺസിലേഴ്സാണ്. കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് സംസാരവും ലിസണിങ് ആണ്. നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്, നമ്മൾ കൂടുതൽ ലിസൺ ചെയ്യണം. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ വലിയൊരു ഘടകമാണ് ലിസണിങ് എന്ന് പറയുന്നത്. നമ്മൾ അവരെ ആദ്യം കേൾക്കണം അല്ലേ. നമുക്ക് ദൈവം ഒരു വായി ഒരു നാക്ക് തന്ന ദൈവം എന്തിനാണ് നമുക്ക് 2 ചെവി തന്നത്? നമ്മൾ പറയുന്നതിൻ്റെ അത്ര ഇരട്ടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ ചെയ്തു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇരട്ടി നമ്മൾ കേൾക്കണം. അപ്പോൾ ഒരു കുട്ടി നമ്മുടെ മുമ്പിൽ വന്നിരുന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അവനോട് എല്ലാം സംസാരിക്കാനുള്ള, അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക. അവരോട് പറയാം നീ പറഞ്ഞോ എന്ന് പറയാം. ആ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അവൻ എന്താണോ ഇനി പറയാൻ പോകുന്നത് അത് എല്ലാം കേൾക്കുക. ആ കേൾക്കുമ്പോൾ നമ്മൾ കുറിപ്പെടുക്കേണ്ടി വരും. ചില കാര്യങ്ങൾ നമ്മൾ തലച്ചോറിലിട്ട് നമ്മളിങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ചില കാൽക്കുലേഷൻസ് നടത്തേണ്ടി വരും. എല്ലാം വേണ്ടി വരും. എല്ലാം ചെയ്തിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ അവന് കൊടുക്കുമ്പോഴാണ് അവൻ ഹാപ്പി ആവുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പ്രോബ്ലംസ് ആർ ഓൾവേസ് എ കോംബോ പാക്ക് അല്ലേ. നമ്മൾ ചില പ്രൊഡക്റ്റൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ അതിൻ്റെ എന്തെങ്കിലും ഒരു കോംബോ പാക്കായിട്ട് ചെറിയൊരു പ്രൊഡക്റ്റ് കൂടി ഉണ്ടാവും അല്ലേ. അതുമായി ബന്ധപ്പെട്ടൊരു പ്രൊഡക്റ്റ് കൂടി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ മൊബൈൽ വാങ്ങുമ്പോൾ ചാർജർ ഫ്രീ കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഇയർഫോൺ ഫ്രീ കിട്ടുന്ന പോലെ, പ്രോബ്ലം ഈസ് ആൾസോ കമ്മിങ് ആസ് എ കോംബോ പാക്ക്. ഓരോ പ്രോബ്ലത്തിൻ്റെ കൂടെയും അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവും. നമ്മൾ ആ പാക്കേജ് ഒന്ന് തിരിച്ചു മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സൊല്യൂഷനും അവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ സീതി സാഹിബ് എങ്ങനെയാണോ ഓഡിയൻസിൻ്റെ ഇടയിൽ തന്നെ തനിക്കൊരു പരിഹാരം കണ്ടെത്തിയത്, അതുപോലെ നിങ്ങൾക്കും നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും തീർച്ചയായിട്ടും. 5 why അനാലിസിസ് മെത്തേഡ്. ഈ മെത്തേഡ് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടെക്നിക്കാണ് 5 why അനാലിസിസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊരു ജാപ്പനീസ് ടെക്നോളജിയാണ്. ജാപ്പനീസ് വിദഗ്ധർ ആവിർഭാവം ചെയ്ത ഒരു നല്ല ഒരു സൂത്രവിദ്യയാണ് ഈ 5 why അനാലിസിസ് മെത്തേഡ്. ഇതിന് ഫിഷ് ബോൺ ഡയഗ്രാം എന്നും ഒരു പേരുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടും. 5 why അനാലിസിസ് മെത്തേഡ് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു പ്രോബ്ലത്തിനെയും നിങ്ങൾ 5 വൈ, ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട വൈ എന്ന് പറഞ്ഞിട്ട് ഒരു 5 വൈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ശരിയായ ഉത്തരം കിട്ടും. എവിടെയാണ് ആ പ്രശ്നത്തിൻ്റെ ആണിവേര് അടിഞ്ഞുകൂടി കിടക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനുള്ളൊരു പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കും. പക്ഷേ ആ ആണിവേര് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മേലാകെ ചകഞ്ഞിട്ട് കാര്യമില്ല, അതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങിപ്പോകണം. എത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നോ അത്രത്തോളം നല്ല പരിഹാര മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ പറയാം, ഇപ്പോൾ 5 why അനാലിസിസ് മെത്തേഡ് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, നിങ്ങളുടെ കമ്പനിയുടെ ഒരു CEO ആണ്. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ട്, നിങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ CEO ആണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ജോലിക്കാരൻ ലേറ്റായി വന്നു. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കമ്പനിയുടെ നിയമാവലി പ്രകാരം അവനെതിരെ ആക്ഷൻ എടുക്കാനുള്ള എല്ലാ അധികാരവും നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ 5 why അനാലിസിസ് മെത്തേഡ് പഠിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ല. നിങ്ങൾ വളരെ അവധാനതയോടെ ഏതൊരു വിഷയവും നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളൊരു തീരുമാനം എടുക്കാറുള്ളൂ. അത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ അവനോടൊന്ന് സംസാരിക്കാൻ തീരുമാനിക്കുകയാണ്. ഈ 5 why അനാലിസിസ് മെത്തേഡ് ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. നിങ്ങൾ അവനോട് ചോദിക്കുകയാണ്, വൈ ആർ യു ലേറ്റ് ടുഡേ? ഓക്കെ, ആദ്യത്തെ വൈ ആണിത്, വൈ ആർ യു ലേറ്റ് ടുഡേ. അപ്പോൾ അവൻ പറയുന്ന മറുപടിയാണ്, സർ ഞാൻ സ്ഥിരമായി വരുന്ന ബസ് ഞാൻ മിസ്സാക്കി. ഓക്കെ, അതുകൊണ്ട് ഞാൻ ലേറ്റായി സർ. ഓക്കെ, ഇവിടെയും ആരാണ് കുറ്റവാളി? അവൻ തന്നെയാണ് കുറ്റവാളി.
കാരണം അവൻ സ്ഥിരം വരുന്ന ബസ് അവൻ മിസ്സാക്കി. അപ്പോൾ അവിടെയും കൾപ്രിറ്റ് അവൻ തന്നെയാണ്. ഇപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആക്ഷൻ എടുക്കാം. ഓക്കെ, ഇവൻ എന്തോ ഒരു മടി പിടിച്ചിട്ട് ഇരുന്നിട്ടോ അല്ലെങ്കിൽ വേറെ എന്തോ കാരണം കൊണ്ട് ബസ് മിസ്സാക്കി. ഓക്കെ, അതുകൊണ്ട് ഇവൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ ആക്ഷൻ എടുക്കാം. പക്ഷേ നിങ്ങൾ 5 വൈ അനാലിസിസ് മെത്തേഡ് പഠിച്ച ആളായതുകൊണ്ട് നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടി പോകാൻ തീരുമാനിച്ചു. അടുത്ത വൈ നിങ്ങൾ ചോദിക്കുകയാണ്. രണ്ടാമത്തെ വൈ ഡിഡ് യു മിസ് യുവർ ബസ് ടുഡേ? നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്ഥിരം ബസ് ഇന്ന് മിസ് ചെയ്തത് എന്ന് ചോദിക്കുക. അതിന് അയാൾ പറയുന്ന മറുപടിയാണ്, സർ, ഞാനിന്ന് വളരെ വൈകിയാണ് ഉണർന്നത്, അതുകൊണ്ട് എനിക്ക് ആ ബസ് പിടിക്കാൻ സാധിച്ചില്ല. ഇവിടെയും ആരാണ് കുറ്റവാളി? ആ ചെറുപ്പക്കാരൻ തന്നെയാണ് കുറ്റവാളി. കാരണം അവൻ നേരം വൈകി എഴുന്നേറ്റു അല്ലേ? സാധാരണ ജോലിക്ക് പോകുന്ന ആളുകൾ കുറച്ചും കൂടി ഉത്തരവാദിത്തത്തോടു കൂടി കുറച്ച് സമയത്തിന് എഴുന്നേറ്റിട്ട് പെട്ടെന്ന് വരേണ്ടതാണ്. പക്ഷേ അവൻ എന്ത് ചെയ്തില്ല, അവൻ ഉറങ്ങിപ്പോയി, അവൻ എഴുന്നേൽക്കാൻ ലേറ്റായി. അവിടെയും തെറ്റായതാണ്, അവൻ്റെ ഭാഗത്താണ് തെറ്റ്. സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെയും ആക്ഷൻ എടുക്കാം. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മൾ അവൻ്റെ ഒത്തിരി ഉത്തരവാദിത്തം ഇല്ലാതെ ജോലിക്ക് പോകേണ്ട കാര്യം പോലും ചിന്തിക്കാണ്ട് മൂടി പൊതിച്ച് കിടന്നുറങ്ങിയ ആൾ എന്ന നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, അവനോട് ദേഷ്യം തോന്നാം. നമ്മൾ അവിടെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് അവനെതിരെ ആക്ഷൻ എടുക്കാം. പക്ഷേ നമ്മൾ 5 വൈ അനാലിസിസ് പഠിച്ച ആളല്ലേ, അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വഴിയിലേക്ക് പോവാണ്. വൈ ഡിഡ് യു ഗെറ്റ് അപ്പ് സോ ലേറ്റ് ടുഡേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് ഉണരാൻ ഇത്ര താമസിച്ചത് എന്ന് ചോദിക്കാം. അതിന് അയാൾ പറയുന്ന മറുപടി, സർ, ഞാൻ ഇന്നലെ കിടക്കാൻ ഒരുപാട് താമസിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഉണരാൻ വൈകിയത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് അവനെ തെറ്റിദ്ധരിക്കാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. ഈ ഉത്തരം കേട്ടാൽ നമുക്ക് എന്താ തോന്നുക, അവൻ തന്നെയാണ് കൾപ്രിറ്റ്. കാരണം അവൻ ഇന്നലെ എവിടേക്കോ ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോയി, നൈറ്റ് ഡ്രൈവിന് പോയി, അല്ലെങ്കിൽ നൈറ്റ് പാർട്ടിക്ക് പോയി, അല്ലെങ്കിൽ എവിടേക്കോ അവൻ എന്തൊക്കെയോ തെറ്റായ കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവൻ കിടക്കാൻ വൈകി, അതുകൊണ്ട് തന്നെ അവൻ ഉണരാനും വൈകി. തന്നിമിത്തം അവൻ ഓഫീസിലേക്കും ലേറ്റായിട്ടാണ് എത്തിയത്. ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ വീണ്ടും ഒരു മൈൽ കൂടി മുമ്പോട്ട് പോവുകയാണ്. അടുത്ത വൈ നമ്മൾ ചോദിക്കുകയാണ്, നാലാമത്തെ വൈ ചോദിക്കുകയാണ്. വൈ ഡിഡ് യു സ്ലീപ്പ് വെരി ലേറ്റ് യെസ്റ്റർഡേ? അപ്പോൾ അതിന് മറുപടി പറയുകയാണ് അല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നലെ രാത്രി വൈകി ഉറങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുകയാണ്, സാറേ, ഞാൻ എൻ്റെ രോഗിണിയായ ഭാര്യയുടെ കൂടെ അവളുടെ ആശുപത്രി കിടക്കയിൽ അവൾക്കരികിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ കിടന്നുറങ്ങാൻ സാധിച്ചില്ല, ഒരുപാട് വൈകിയാണ് എനിക്ക് ഉറങ്ങാൻ സാധിച്ചത്. ഓക്കെ, അവൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ അവൻ അവളുടെ അരികിലായിരുന്നു, ലേറ്റ് നൈറ്റ് വരെ അവൾക്ക് അരികിലായിരുന്നു, അതുകൊണ്ട് കിടക്കാൻ താമസിച്ചു. ഇവിടെ എന്താ സംഭവിച്ചത്? ചെറിയൊരു ഷിഫ്റ്റ് സംഭവിച്ചു. അതായത് അവനാണ് കൾപ്രിറ്റ്, അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചൊന്ന് ന്യൂട്രലായി അല്ലേ, കുറച്ചൊന്ന് ന്യൂട്രലായി. എന്താ സംഭവിച്ചത്? അവൻ്റെ ഭാര്യ വയ്യാത്തതുകൊണ്ടാണ്, ഒരു ജെന്യൂനായിട്ടുള്ള റീസണായി, കുറച്ചും കൂടി റീസണായി. അവൻ സേഫ് സോണിലൊക്കെ ആയി. അതായത് കൾപ്രിറ്റ് എന്ന അവസ്ഥയിൽ അവൻ സേഫ് സോണിലൊക്കെ ആയി. ഭാര്യയ്ക്ക് വയ്യാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് വയ്യെങ്കിൽ ഭർത്താക്കന്മാർക്ക് കൂടി ഇരിക്കേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ അഞ്ചാമത്തെ വൈ ചോദിക്കുകയാണ്, വൈ ഈസ് യുവർ വൈഫ് ബീങ് ഹോസ്പിറ്റലൈസ്ഡ്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭാര്യ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യപ്പെട്ടതെന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭാര്യയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്? അപ്പോൾ പറയുന്നത്, സാർ, എൻ്റെ ഭാര്യയ്ക്ക് ന്യൂമോണിയാണ്, അതുകൊണ്ടാണ് എനിക്ക് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, ന്യൂമോണിയ, ഭാര്യയ്ക്ക് ന്യൂമോണിയാണ്. അപ്പോൾ 5 വൈ ആയല്ലോ. ഓക്കെ, ഇപ്പോഴും വീണ്ടും എന്താ സംഭവിച്ചത്? അവൻ സേഫ് സോണിൽ തന്നെയാണ്, അവൻ വീണ്ടും സേഫ് സോണിൽ തന്നെയാണ്. കാരണം അവൻ്റെ ഭാര്യയ്ക്ക് ന്യൂമോണിയ പോലത്തെ അസുഖം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ ഭർത്താവ് കൂടെ നിന്ന് പരിചരിക്കുക എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതേ അയാൾ ചെയ്തുള്ളൂ. അപ്പോൾ അവിടെയും അയാൾ സേഫ് സോണാണ്. ഇവിടെ ന്യൂട്രലായി, ഇവിടെ ആരും പ്രതികളല്ല, അത്ര അവസ്ഥ വന്നു. അപ്പോഴാണ് നിങ്ങൾ ആറാമത്തെ ചോദ്യം ചോദിക്കുന്നത്. ആറാമത്തെ വൈ ചോദിക്കുകയാണ്, വൈ ഷീ വാസ് അഫക്റ്റഡ് വിത്ത് ന്യൂമോണിയ? അവൾക്ക് എങ്ങനെയാണ് ന്യൂമോണിയ ഉണ്ടായത്? ഉടനെ അവൻ മറുപടി പറയുകയാണ്, സാർ, ആദ്യം ഒരു ചെറിയ പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എനിക്ക് അവളെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് അവൾക്ക് പനി മൂർച്ഛിച്ച് ന്യൂമോണിയ ആയി മാറി എന്ന് പറയുകയാണ്. ഓക്കെ, ചെറിയൊരു പനി വന്നു, അത് കൃത്യസമയത്ത് മെഡിക്കേഷൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ ന്യൂമോണിയ ആയിട്ട് തീവ്രമായി മാറുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവനോട് ചോദിക്കുകയാണ്, അടുത്ത വൈ ചോദിക്കുകയാണ്, വൈ വി ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഹർ? അല്ലെങ്കിൽ അവൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് സമയത്തിന് എത്തിക്കാൻ സാധിച്ചില്ല എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്ന മറുപടിയാണ്, സാർ, എനിക്ക് ഓഫീസിൽ നല്ല ജോലി തിരക്കുണ്ടായിരുന്നു, പിടിപ്പത് പണിയുണ്ടായിരുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അവളെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചില്ല. അവിടെ എന്ത് സംഭവിച്ചത്? അവൻ സേഫ് സോണിൽ തന്നെ നിൽക്കുന്നു, നമ്മൾ പ്രതിയായി അല്ലേ, കമ്പനി പ്രതിയായി മാറി. ശരിയല്ലേ?
സ്വന്തം ജീവനക്കാർക്ക് അവരവരുടെ ഭാര്യമാരെ ഒന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ പോലും സമയം ലഭിക്കാത്തത്രയും ജോലി തിരക്ക് ഓരോ സ്റ്റാഫിനും ഉണ്ട് എന്നൊരു സൂചനയാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്യേണ്ടത് ആരെയാണ്? നമ്മളെ തന്നെയാണ്, നമ്മുടെ കമ്പനിയുടെ പോളിസി തന്നെയാണ് നമുക്ക് അവിടെ കറക്റ്റ് ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വൈ മിനിമം ചോദിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ 7 വൈ ചോദിച്ചപ്പോൾ നിങ്ങൾ കണ്ടൊരു മാജിക്ക് നിങ്ങൾ കണ്ടോ? ആദ്യത്തെ വൈ നമ്മൾ ചോദിച്ചപ്പോൾ അവൻ്റെ ഭാഗത്താണ് തെറ്റ്, രണ്ടാമത്തെ വൈയിലും അവൻ്റെ തെറ്റ്, മൂന്നാമത്തെ വൈയിലും അവൻ്റെ ഭാഗത്താണ് തെറ്റ്, നാലാമത്തെയും 5ാമത്തെയും വൈയൊക്കെ ആയപ്പോഴത്തേക്കും അവൻ ന്യൂട്രലായി, സേഫ് സോണിലായി. കാരണം അവൻ്റെ ഭാഗത്ത് തെറ്റില്ല. ഒരു കറക്റ്റ് കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റി. അത് വീണ്ടും നമ്മൾ ചെകഞ്ഞ് താഴോട്ട് പോയപ്പോൾ നമുക്ക് എന്താ പറ്റി? അതിൻ്റെ റൂട്ട് കോസ് നമുക്ക് പിടികിട്ടി. അല്ലേ? ഇതുപോലെ റൂട്ട് കോസ് കണ്ടെത്തണം. അപ്പം നമ്മുടെ കമ്പനിയുടെ പോളിസിയാണ് ഇതിന് കാരണം. അല്ലേ? കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പോലും നോക്കാൻ കഴിയാത്ത, ഒരു സുഖമില്ലായ്മ വന്നാൽ പോലും വേണ്ടപ്പെട്ടവരെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോലും കഴിയാത്ത അത്രയും തിരക്ക് നമ്മുടെ ഓരോ ജോലിക്കാരൻ്റെയും തലയിൽ വെച്ച് കൊടുത്തിരിക്കുക എന്നുള്ളൊരു സൂചന നമുക്കവിടെ ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളാണ് അവിടെ പ്രതികൂട്ടിലാവുന്നത്. അപ്പോൾ ആ പോളിസികളിൽ കറക്ഷൻ വരുത്തിയാൽ മാത്രമേ നമുക്കിത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കി കഴിഞ്ഞു, റൂട്ട് കോസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. റൂട്ട് കോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ റൂട്ട് കോസ് കണ്ടെത്തലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ റൂട്ട് കോസ് കണ്ടെത്തണമെങ്കിൽ ഈ 5 വൈ അനാലിസിസ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിനെ നമ്മൾ വലിയൊരു വൃക്ഷമാക്കി എടുക്കുക. പ്രശ്നം എന്ന് പറയുന്നത് വലിയൊരു മരമാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നമുക്ക് ആ മരത്തിൻ്റെ വളർച്ച തടയണം, അല്ലെങ്കിൽ ആ മരം ഇല്ലാണ്ട് ആക്കണം, അല്ലേ? അതിനെ ഇല്ലായ്മ ചെയ്യണം എന്നുണ്ടെങ്കിലുള്ളൊരു മാർഗം എന്താണ്? നമ്മളതിൻ്റെ ഇല വെട്ടിയതുകൊണ്ട് മരം വളരാതിരിക്കില്ല. ഇതിനൊരു ചില്ല വെട്ടിയതുകൊണ്ട് മരം വളരാതിരിക്കില്ല. എന്തിന്? അതിൻ്റെ കടക്കൽ പോയി കോടാലി വെച്ച് കഴിഞ്ഞാലും ആ മരത്തിൻ്റെ തണ്ടൊന്നാകെ മുറിച്ചിട്ട് കഴിഞ്ഞാലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ആ മരം ഇനി വളരില്ല എന്നുള്ളത്. കാരണം ആ വെട്ടിയ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ പുതിയ പൊടിപ്പുകൾ പൊടിച്ചു വരാൻ സാധ്യതയുണ്ട്, അല്ലേ? ആ വൃക്ഷം വീണ്ടും വളർന്നു വരാൻ സാധ്യതയുണ്ട്. ആ വൃക്ഷത്തെ പാടെ നശിപ്പിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? അതിൻ്റെ വേര് ചകഞ്ഞു പോകണം. വേര് ചകഞ്ഞു പോയിട്ട് ആ വേരോടെ അതിനെ പിഴുതെടുത്ത് കളയുമ്പോഴാണ് നമുക്ക് ആ പ്രശ്നത്തിനെ പൂർണ്ണമായിട്ടും പറിച്ച് കളയാൻ സാധിക്കുക. അതുപോലെ നമ്മുടെ മുമ്പിലുള്ള ഏതൊരു പ്രശ്നത്തിനെയും നമ്മൾ കൃത്യമായി പഠിച്ച് അതിൻ്റെ തായ്വേര് കണ്ടെത്തി വേരോടെ പിഴുത് കളഞ്ഞാൽ മാത്രമേ തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത എല്ലാ പരിഹാരങ്ങളും താൽക്കാലികം മാത്രമായിരിക്കും, അത് വീണ്ടും മുളച്ചു പൊന്തും. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 5 വൈ അനാലിസിസ്. ഇതെന്താണെന്നുള്ള ബേസിക് കോൺസെപ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. എങ്ങനെയാണ് ഞാൻ ഈ 5 വൈ അനാലിസിസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ പ്രശ്നം പരിഹരിച്ചത് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഇതേപോലെ രക്ഷിതാക്കൾ അവരുടെ ഒരു മകളെയും കൂട്ടി എൻ്റെ അടുത്തേക്ക് വന്നു. കാണാൻ കൊള്ളാവുന്ന നല്ലൊരു സുന്ദരിയായ ഒരു കുട്ടി. അവൾ 9ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ കൂട്ടിയിട്ടാണ് വന്ന സമയത്ത് അവളുടെ പാരൻസിന് അവളെക്കുറിച്ചൊരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവളൊരു ഏകദേശം ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ വളരെ മിടുക്കിയായിരുന്നു, നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവൾ എല്ലാറ്റിലും നമ്പർ 1 ആയിരുന്നു, ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു, എക്സാംസിലൊക്കെ ടോപ്പർ ആയിരുന്നു, മറ്റു കലാപരമായിട്ടുള്ള കായികപരമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും വളരെ ആക്റ്റീവായിരുന്നു. പക്ഷേ ഇപ്പോൾ അവളെല്ലാം ഒതുങ്ങിപ്പോയി, അവൾ വളരെ ഇനാക്റ്റീവ് ആയിരിക്കുകയാണ്, അല്ലേ? ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നൊരു പൊസിഷനിൽ നിന്ന് ആ കുട്ടി ഇപ്പോൾ തീരെ ഇനാക്റ്റീവായൊരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് മാർക്ക് വളരെ കുറവാണ്, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര പരാതിയാണ്. അവൾ ഓരോ പരീക്ഷ ചെയ്യുമ്പോഴും അവളുടെ റാങ്ക് കുറഞ്ഞു വരികയാണ്, സ്കോർ കുറഞ്ഞു വരികയാണ്. ടോട്ടലി അവൾ വളരെ കെയർലെസ് ആണ്. സാർ, അപ്പോൾ എന്തെങ്കിലും സാർ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് അവരെന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് പ്രകാരം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ കുട്ടിയുമായി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇവളോട് ഈ 5 വൈ അനാലിസിസ് മെത്തേഡാണ് ഞാൻ അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം. ഞാൻ ഈ കുട്ടിയോട് സംസാരിക്കുകയാണ്. മോളെ, എന്താണ് മോൾക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത്? ഓക്കെ, ഫസ്റ്റ് വൈ. അപ്പോൾ ഈ കുട്ടി പറയാണ്, സാർ, ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് എക്സാമിന് ശരിക്കും ആൻസേഴ്സ് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരിക്കലും എന്തുകൊണ്ടാണ് നിനക്ക് ശരിക്ക് പരീക്ഷയിൽ എഴുതാൻ കഴിയാതിരുന്നത് നോക്കുമ്പോൾ, സാർ, ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്, പരീക്ഷയിലൊന്നും എഴുതാൻ കഴിയാതിരുന്നതെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കാം, വീണ്ടും ഞാൻ ചോദിക്കണം, അടുത്ത വഴി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ്
നീ പഠിക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തോ സാർ എനിക്ക് തീരെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ പുസ്തകങ്ങളിലൊന്നും തന്നെ എനിക്ക് യാതൊരു കോൺസെൻട്രേഷനും കൊടുക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ തീരെ പറ്റുന്നില്ല, പുസ്തകം തുറന്നു വെച്ചിരുന്ന അതിൻ്റെ ചിന്ത വേറെ പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്, എനിക്ക് ബുക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന കുട്ടി പറയുന്നത്. എന്തുകൊണ്ടാണ് നിനക്ക് പുസ്തകത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത്? സാർ, എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ, ചില അനിശ്ചിതമായ ചില കാര്യങ്ങൾ എന്നെ ഇങ്ങനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പുസ്തകം തുറന്നിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരുപാട് ആശങ്കപ്പെടുത്തുന്ന ചോദ്യങ്ങൾ എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, അവർ സാർ എന്തെങ്കിലും ഒരു പരിഹാരം കാണാം. അങ്ങനെ ഞാനിങ്ങനെ ആ കുട്ടീനെ ഇങ്ങനെ പുറകോട്ട് പോവുകയാണ് അല്ലേ. നിങ്ങൾ ആ ചോദ്യങ്ങളുടെ ഘടന കാണണം, നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്നുകൂടി ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു? അപ്പോൾ ഒന്നും എഴുതാൻ സാധിച്ചില്ല. എന്തുകൊണ്ടൊന്നും എഴുതാൻ സാധിച്ചില്ല? അപ്പോൾ എനിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് പഠിച്ചില്ല? എനിക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? ഞാൻ പുസ്തകം തുറന്നാൽ അപ്പോൾ തന്നെ എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള, അനിശ്ചിതമായ ഭാവിയെക്കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ എന്നെ കുഴയ്ക്കാൻ തുടങ്ങും, അതുകൊണ്ട് എനിക്ക് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് തൻ്റെ ഭാവിയെക്കുറിച്ച് ഇത്രയും ആശങ്കപ്പെടാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി ഒരു ആൻസർ പറയുകയാണ്. ആ ആൻസർ കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ഞാൻ ആ കുട്ടിയോട് കുറച്ച് നേരം സംസാരിച്ച് അവളെ പുറത്തെത്തുകയും പിന്നീട് അവളുടെ രക്ഷിതാക്കളെ 2 പേരെയും എൻ്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി അവരെ ഉപദേശിക്കേണ്ടി വരികയും ചെയ്തു. ശരിക്കും ഈ രക്ഷിതാക്കൾ 2 പേരും അവളെ കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് കൊടുക്കുന്നത്. പക്ഷേ ഈ കുട്ടി പറഞ്ഞ ഈ 5 why അനാലിസിസിലൂടെ ഞാനിങ്ങനെ പുറകോട്ട് പോയി ഈ കുട്ടി പഠനത്തിൽ ഉഴപ്പാനുള്ളതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ പുറത്തിരുത്തുകയും പകരം അവളുടെ അച്ഛനെയും അമ്മയെയും റൂമിലേക്ക് വിളിച്ച് അവരെ കൗൺസിൽ ചെയ്യുകയും ചെയ്തു. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ സ്റ്റോറിയാണ് ഞാൻ കണ്ടെത്തിയത്. ഈ കുട്ടിയുടെ ഉള്ളിലെ ഈ ആശങ്കയുടെ വേരാണ് ഞാൻ കണ്ടെത്തിയത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് സ്കൂളിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. ഓക്കെ, ഈ ഫ്രണ്ടിന് അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ ഡിവോഴ്സ്ഡാണ്. ഓക്കെ, അവർ ഡിവോഴ്സ്ഡാണ്. അവർ 2 പേരും വേറെ കല്യാണം കഴിക്കുകയും ചെയ്തു. അവർക്ക് വേറെ കുടുംബവും കുട്ടികളൊക്കെ ആയി അങ്ങനെ ജീവിക്കുകയാണ് അവർ. അങ്ങനെ അവർ 2 പേരും വേറെ കുടുംബജീവിതമായി സെറ്റിലായ സമയത്ത് ഇവർക്ക് 2 പേർക്കും എന്തില്ല, ഇവളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല. അച്ഛനും ഇവളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, അമ്മയും ശ്രദ്ധിക്കുന്നില്ല. അച്ഛൻ ഇവളോട് പറയുന്നു, മോളെ നീ അമ്മയുടെ കൂടെ പോയി ജീവിച്ചോ എന്ന് പറയുന്നു. അമ്മ പറയുന്നു, വേണ്ട മോളെ നീ അച്ഛൻ്റെ കൂടെ പോയി ജീവിച്ചോ എന്ന് പറയുന്നു. ഇങ്ങനെ ഷട്ടിൽ തട്ടി കളിക്കുന്ന പോലെ 2 പേരും അവളെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പേർക്കും അവളോട് യാതൊരു മമതയും ഇല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ കൂട്ടുകാരി ഭയങ്കര വിഷമത്തിലാണ്. ഓക്കെ, ഈ ഫ്രണ്ടിൻ്റെ അവസ്ഥ വളരെ വിഷമത്തിലാണ്. അവളിങ്ങനെ ഒരു ചോദ്യചിഹ്നം പോലെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ് ആ കുട്ടി. അപ്പോൾ ഈ കൂട്ടുകാരി നമ്മുടെ ഈ പറഞ്ഞ കുട്ടിയോട്, എൻ്റെ അടുത്ത് കൗൺസിലിംഗ് എന്ന കുട്ടിയോട് അവളുടെ കഥനെ പറയും. ഇങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും തമ്മിലിങ്ങനെ വഴക്കിട്ട് ഒരുപാട് വഴക്കിട്ടു. ആദ്യം ചെറിയ വഴക്കായിരുന്നു, ആ വഴക്കിങ്ങനെ വലുതായി ലാസ്റ്റ് അവർ ഡിവോഴ്സ്ഡായി. പിന്നെ അവർ കല്യാണം കഴിച്ചു. പിന്നെ അവർക്ക് വേറെ കുട്ടികളും കുടുംബമൊക്കെ ആയപ്പോൾ അവരെന്നെ മറന്നു. ഇപ്പോൾ ഞാനിങ്ങനെ വഴിയാതെ നിൽക്കുകയാണ്, എന്നെ നോക്കാൻ ആരുമില്ല, നാഥനില്ലാത്ത ജീവിതമാണ് എൻ്റെ ജീവിതം എന്നൊക്കെ ആ കുട്ടീനെ പറയുമ്പോൾ അതൊക്കെ ഈ കുട്ടിയുടെ മൈൻഡിൽ ഇങ്ങനെ രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ കുട്ടി പറയുമ്പോൾ ഞാൻ ചോദിച്ചു, എന്ന് വെച്ച് അവളുടെ ലൈഫ് അങ്ങനെ ആയെന്ന് വെച്ചാൽ നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് വെച്ചപ്പോൾ പറയാണ്, സാർ എൻ്റെ വീട്ടിലും എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് അവർ തമ്മിൽ സ്ഥിരം വഴക്കാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും 2 ആളും തമ്മിൽ വഴക്കടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കും. ഭയങ്കര പ്രശ്നങ്ങളാണ്. കുടുംബം ആകെ കലുഷിതമായ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും ആശങ്കയുണ്ട്, നാളെ ഇവർ തമ്മിലും ഡിവോഴ്സ്ഡ് ആവുമോ, ഇവർ തമ്മിലും വേറെ പിരിഞ്ഞിട്ട് 2 തട്ടിലാവുമോ എന്നുള്ള പേടി എനിക്കുണ്ട് സാർ. അതുകൊണ്ട് നാളെ എൻ്റെ ജീവിതം ഇങ്ങനെ തുലാസിലാടിക്കൊണ്ടിരിക്കുമോ, ഇന്നിപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ ജീവിതം എങ്ങനെയാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്, അതുപോലെ ഞാനും എൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും ഇടയ്ക്ക് ഒരു ചോദ്യചിഹ്നമായി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമോ എന്നുള്ള ഒരു ആശങ്ക കൊണ്ട് എനിക്ക് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും വീട്ടിൽ വഴക്കാണ്. പുസ്തകം തുറന്നു വെച്ചിരുന്നാൽ അപ്പോൾ ഈ പ്രശ്നങ്ങളും ഈ ചിന്തകളുമാണ് എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടിയുടെ റൂട്ട് കോസ് എന്താണ്? അച്ഛൻ്റെയും അമ്മൻ്റെയും സ്വഭാവ ഗുണം അല്ലേ? അതായത് അച്ഛനും അമ്മയും തമ്മിൽ നിരന്തരമായി നടക്കുന്ന വഴക്കുകളാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം. കുട്ടിക്ക് ബുദ്ധിയില്ലായിട്ടല്ല, കുട്ടിക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, കുട്ടിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമില്ലായിട്ടല്ല, കുട്ടിക്ക് നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹമില്ലായിട്ടല്ല, ഒന്നുമല്ല. പക്ഷേ എന്താണ് അതിന് റൂട്ട് കോസ് പോയപ്പോൾ കാരണം മറ്റൊന്നായിരുന്നു. ഇത് റൂട്ട് കോസ് അറിയാതെ, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് മനസ്സിലാക്കാതെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും അവളെ ട്യൂഷൻ കൊടുത്തു,
പല പല ട്യൂഷൻ സെൻറ്റർ മാറ്റി ചേർത്തു. എന്തിന്? സ്കൂൾ വരെ മാറ്റി ചേർത്തു. പല സ്കൂളും മാറ്റി ചേർത്തു. അവൾ പഠിപ്പൊന്നും നന്നാവാൻ വേണ്ടിയിട്ട് സ്കൂൾ വരെ മാറ്റി കൊടുത്തു നോക്കി. പക്ഷേ അവൾക്ക് യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. കാരണം എന്താ? അവളുടെ യഥാർത്ഥ കാരണം അതല്ല. അവളുടെ യഥാർത്ഥ കാരണം കിടക്കുന്നത് എവിടെയാണ്? അച്ഛൻ്റെയും അമ്മേൻ്റെയും പെരുമാറ്റത്തിലാണ്. അപ്പോൾ അവരെ രണ്ടുപേരെയും വിളിച്ചിരുത്തി അവരെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെ പതുക്കെ അവരെ കൂടുതൽ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അവരെ ഉപദേശിച്ച് ശ്രദ്ധിക്കൂ, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളുടെ മകളുടെ ഇപ്പോഴത്തെ വിഷമങ്ങൾക്കൊരു കാരണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അവരുടെ തെറ്റ് മനസ്സിലാവുകയും അവരത് റിയലൈസ് ചെയ്തുകൊണ്ട് സാർ ഇനി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് സ്വന്തം മകളെ സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ മുമ്പിൽ വെച്ച് സത്യം ചെയ്യുകയും ചെയ്തിട്ട് സ്നേഹത്തോടെ പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് മകളെയും കൂട്ടി സന്തോഷത്തോടെയാണ് ആ ദമ്പതികളെന്ന് അവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പോൾ ആ കുട്ടി വളരെ ആക്റ്റീവാണ്. അവളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. അവൾ വളരെ സന്തോഷത്തോടു കൂടി ആ കുട്ടി പഠിക്കുന്നുണ്ട്, നല്ല മാർക്കുണ്ട്. അപ്പോൾ വീണ്ടും പഴയ പോലെ മിടുക്കിയായി. അവളുടെ വീട്ടിലിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. അച്ഛനും അമ്മയൊക്കെ പരസ്പരം ഓക്കെ, നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മകൾക്ക് അത് ബാധിക്കുന്നുണ്ട്, മകളുടെ ജീവിതത്തിനെ അത് ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരും സ്വയം ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി. ഇപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട്. ആ കുടുംബത്തിൽ സന്തോഷം കളിയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് നല്ല സാഹചര്യങ്ങളിൽ നിന്നോട് പഠിച്ചു വളരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ മൂലകാരണം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാലാണ് നമുക്ക് കൃത്യമായിട്ട് പരിഹരിക്കാൻ പറ്റുക. അത് പരിഹരിക്കാത്ത കാലത്ത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനെ കൃത്യമായി നിരന്തരമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ നമുക്ക് സാധിക്കില്ല. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൊരു സിനിമയായിരിക്കും മോഹൻലാൽ അഭിനയിച്ചൊരു സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ട് മലയാളത്തിൽ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ കേട്ടോ അത്. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്നാണ് സിനിമയുടെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ. പ്രത്യേകിച്ച് എൻ്റെ ക്ലൈമാക്സ് പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമ എന്താണ്, എൻ്റെ സ്റ്റോറി ഞാനൊന്ന് ചുരുങ്ങിയ വാക്കുകൾ ഞാൻ പറയാം. ഓക്കെ, വളരെ അന്തർമുഖനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ അദ്ദേഹത്തിന് ഒരു സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവൾക്ക് പഴയ ഒരു വിവാഹബന്ധം, ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു അയാൾക്ക്. ആ പ്രണയബന്ധം തകർന്നതിന് ശേഷമാണ് അയാൾ വേറെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് അവളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എന്തോ എല്ലാം യാന്ത്രികമായി സംഭവിക്കുന്നു, അവർക്ക് 2 മക്കളുണ്ടാവുന്നു എന്നൊക്കെയാണെങ്കിലും അവരൊരു പരിപൂർണമായൊരു സന്തോഷം അവർക്ക് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നില്ല. ഭാര്യയെ അദ്ദേഹം അത്ര കാര്യമായിട്ട് ഒന്ന് കെയർ ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. പക്ഷേ ഒരു സന്ദർഭത്തിൽ അയാൾ മനസ്സിലാക്കുകയാണ് തൻ്റെ ഭാര്യ വളരെ സുന്ദരിയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. തൻ്റെ ഭാര്യയ്ക്ക് തന്നെയാണ് ഏറ്റവും വലിയ സൗന്ദര്യം. തൻ്റെ ഭാര്യയെ മോഹിക്കുന്ന ഒരുപാട് ആളുകൾ വേറെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ സത്യം മനസ്സിലാക്കുകയാണ്. തൻ്റെ ഭാര്യ അവളാണ് ആ ഒരു കോളനിയിൽ തന്നെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ലേഡി അവളാണ്. അവളെ മനസ്സുകൊണ്ട് കാംക്ഷിക്കുന്ന ഒരുപാട് പുരുഷന്മാർ വേറെ ഉണ്ടെന്ന് സത്യം മനസ്സിലാക്കുമ്പോൾ അവളെ പതുക്കെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. അവളെ അത്രയും കാലമായിട്ട് അവളിൽ കാണുന്ന സൗന്ദര്യം അവള് കാണുകയും പിന്നീട് അങ്ങോട്ട് അയാൾ ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. ആ വീട്ടിൽ പ്രണയം പൂത്തുലയാണ്. ഇതിനിടയ്ക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മകളുണ്ട്, ഒരു ടീനേജ് ഗേൾ, ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മകൾ അവർക്കുണ്ട്. ഈ മകൾക്കൊരു പ്രണയബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരിങ്ങനെ ജീവിതം നല്ല നോർമലായിട്ട് പോകാൻ തുടങ്ങുന്ന സമയത്താണ് ഷോക്കായിട്ടൊരു മനസ്സിലാക്കുന്നത് മകൾക്കൊരു പ്രണയബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഒരു ദിവസം ഈ മകള് ഈ കാമുകൻ്റെ കൂടെ പുറത്തേക്ക് പോകാനും അവർ തീരുമാനിച്ചിട്ടുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഈ നായകൻ ഒരു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് തീരുമാനിക്കുകയാണ്, ഞാൻ നോക്കട്ടെ എന്താ സംഭവിക്കുന്നു നോക്കട്ടെ. അയാൾ മകളെ ഫോളോ ചെയ്ത് പോകുമ്പോൾ കാണുന്നത് എന്താണ്, മകള് സ്കൂളിലേക്കെന്നും പറഞ്ഞ് പോയിട്ട് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാമുകൻ്റെ കൂടെ കാറ് കയറി പോവുകയാണ്, എവിടേക്കോ ഒരു പോവുകയാണ്. പക്ഷേ അവനവിടെ കൊണ്ടുപോകുന്നത് ഒരു റിസോർട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. അവരവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നായിക കാണാത്ത രീതിയിൽ, സ്വന്തം മകള് കാണാത്ത രീതിയിൽ അയാൾ എന്ത് ചെയ്യാണ്, പോയിട്ട് തൊട്ടടുത്ത ടേബിളിൽ പോയിട്ട് ഇരുന്ന് കൊണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുകയാണ്. അപ്പോൾ ഈ പയ്യൻ പറയുകയാണ്, ഈ കാമുകൻ പയ്യൻ പറയുകയാണ്, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ റിസോർട്ടാണ്, ഇവിടെ ഒരു റൂമുണ്ട്, നമുക്ക് റൂമിൽ പോയി ഇരുന്ന് സംസാരിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ ഉദ്ദേശം വേറെയാണ്, തെറ്റായ ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് അവൻ അവളെ സമീപിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ്, ഇല്ല ഞാൻ ഒരിക്കലും ഇവിടെ വരില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്താ കാരണം നോക്കുമ്പോൾ പറയും, ഇത്രയും കാലം ഞാൻ നിന്നെ പ്രേമിച്ചത് എനിക്ക് പ്രേമത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കയറി പ്രേമിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ ആ പ്രേമം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ പ്രണയം എന്താണെന്ന് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വീട്ടിൽ കല്യാണത്തിന് ശേഷം അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി അവർ കൈ പിടിച്ചേൽപ്പിക്കുന്നൊരു പുരുഷൻ്റെ മുമ്പിൽ അയാളെ ഗാഠമായി സ്നേഹിച്ചുകൊണ്ട് അയാളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നതാണ് യഥാർത്ഥ പ്രണയമെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ദിവസവും എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് പ്രണയം. നിനക്കൊരിക്കലും എൻ്റെ അച്ഛനെ പോലെ പ്രണയിക്കാൻ അറിയില്ലടാ, അതുകൊണ്ട് ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ല, എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. ഓക്കെ, അതിന് മകൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. അപ്പോൾ
എപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലെ പെൺകുട്ടികൾക്ക് പൊതുവേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. അവരോട് ആരെങ്കിലും കുറച്ച് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങോട്ടൊരു ചാഞ്ചാട്ടം വരെ മൈൻഡിൽ ഉണ്ടാകും. ഇന്ന് പല പെൺകുട്ടികൾക്കും അടിതെറ്റുന്നത് അവിടെയാണ്. എവിടെയെങ്കിലും ഒരു പ്രശ്നം അല്ലേ, എന്തോ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല. വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കാണ്. ഓക്കെ, ആരും തന്നെ കെയർ ചെയ്യാനില്ല, തൻ്റെ കാര്യത്തിൽ ആർക്കും യാതൊരു ശ്രദ്ധയുമില്ല, യാതൊരു ജാഗ്രതയും ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികളുടെ മനസ്സൊന്ന് സ്ഥാനം തെറ്റും. അപ്പോൾ ആ സമയത്ത് എവിടുന്നെങ്കിലും ഒരു സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് വഴി മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ഇതിനെയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ പല മോശപ്പെട്ട ആളുകളും ചൂഷണം ചെയ്യുന്നത്. അവരുടെ ഉള്ളിലുള്ള ആ വികാരത്തിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അവർ മുതലെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയൊരു ലെസനാണ്. എനിക്കത് ഭയങ്കര ലെസനായിരുന്നു ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. കാരണം ഇതിലിങ്ങനെ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മോശമായാൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമ്മളവിടെ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്കൊക്കെ ഒരുപാട് കറക്ഷൻ ചെയ്യാൻ പറ്റി. എൻ്റെ ലൈഫിൽ ഒരുപാട് കറക്ഷൻ ചെയ്യാൻ പറ്റി. വീട്ടിലുള്ള ഭാര്യയുമായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഒരുപാട് ഒരു വലിയൊരു അളവോളം സോൾവ് ചെയ്യാൻ പറ്റി. ഇങ്ങനത്തെ ഒരുപാട് നല്ല ഒരു എഫക്റ്റാണ് എനിക്ക് ഇതൊന്ന് ഉണ്ടായത്. അപ്പോൾ ഇത് പറയുന്ന പോലെ നമ്മളൊരു വിഷയം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് ഉൾക്കൊണ്ട് അതിൻ്റെ തന്തു നമ്മൾ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അതിനെ മായ്ച്ചളയാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം പാടെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇതിനു മുൻപും ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എടാ എനിക്കിതിൻ്റെ ഒരു സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എടാ എൻ്റെ മകൾക്ക് എന്തോ ഒരു അബ്നോർമാലിറ്റീസ്, എല്ലാവരും പറയുന്നു അത്ര നോർമൽ എന്നാന്ന് പറഞ്ഞു. ആര് പറയുന്നു? അല്ല ഞങ്ങളുടെ ബന്ധുക്കളും നാട്ടിലൊക്കെ പറയുന്നു കുട്ടിക്ക് എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ട്, ചെറിയൊരു വശപ്പശൊക്കെ ഉണ്ട്. അപ്പോൾ അവളെ സംസാരവും പെരുമാറ്റമൊക്കെ എന്തോ ഒരു പോലെ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ തമ്മിൽ പരിചയപ്പെടുത്തണം, നീ അവളൊന്ന് സംസാരിക്കണം, അപ്പോൾ നിനക്ക് മനസ്സിലാകും ഇത് എന്താ ഇനി ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നീ ഒന്ന് പറഞ്ഞുകൊണ്ട് അതിന് എന്താണ് ഇപ്പോൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ നീ ഒന്ന് പറഞ്ഞു തരണം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം, നീ ഒരു കാര്യം ചെയ്ത് നാളെ അവളെ കൂട്ടിയിട്ട് എൻ്റെ ഓഫീസിലേക്ക് പോകാം, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറയണടാ, നമുക്ക് ഈ നിൻ്റെ ഓഫീസിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും ഒരു കൗൺസിലിംഗാണ് കൊടുക്കുന്നത്, നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ കോപ്പറേറ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ചായാലോ, പുറത്ത് എവിടെയെങ്കിലും വെച്ചായാലോ എന്നോട് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്കെന്താ സ്വാഭാവികമായിട്ട് നമുക്ക് വേണമെങ്കിൽ പുറത്തെങ്കിലും വെച്ചാവാം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവൻ സജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ഫേമസ് ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് സജസ്റ്റ് ചെയ്തു, നീ ആ റെസ്റ്റോറൻറ്റിലേക്ക് നാളെ 4 മണിയാകുമ്പോൾ വരിക, എന്നിട്ട് നീ എന്ത് ചെയ്യുക, അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനും എൻ്റെ മോളെ കൂട്ടിയിട്ട് വളരെ നാച്ചുറലായിട്ടുള്ള സ്വാഭാവികമായിട്ട് വരുന്ന പോലെ, നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്ത പോലെ യാദൃശികമായിട്ട് വരുന്ന പോലെ അങ്ങോട്ട് വരാം. അപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നു, നമ്മൾ ഇരുന്ന് സംസാരിച്ച് പിന്നെ നമുക്ക് കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാം. ഭയങ്കര വലിയ പ്ലാൻ പോലെ അവൻ പറയുകയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതേ അവൻ പറഞ്ഞ പോലെ ഒരു 4 മണിയായപ്പോൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ പോയിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. ഒരു കരിയർ കൗൺസിലറൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് നമ്മളത്തേക്ക് എല്ലാവരും അങ്ങോട്ട് വരട്ടെ എന്ന് ചിന്തിക്കാതെ നമുക്കവിടെ വേണ്ടത് പരിഹാരമല്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനും തയ്യാറാവണം, ചിലപ്പോൾ വീട്ടിൽ പോയിട്ട് കൗൺസിൽ ചെയ്യാനും തയ്യാറാവണം, അല്ലെങ്കിൽ പുറത്തെടുന്ന് വെച്ച് ചെയ്യാനും തയ്യാറാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ഓഫീസിൽ തന്നെ വെച്ച് മാത്രമേ ഞാൻ കൗൺസിലിംഗ് ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും ഞാൻ പുറത്തേക്ക് പോയി ആ റെസ്റ്റോറൻറ്റിൽ പോയി ഞാൻ വെയിറ്റ് ചെയ്തു. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇവൻ്റെ മകളെ കൂട്ടി അങ്ങോട്ട് കയറി വരികയാണ്. എന്നിട്ട് ഇവൻ ഭയങ്കര ഓവറായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഹായ് നജീം, ഞാൻ തീരെ പ്രതീക്ഷയില്ല, എന്താ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അടുത്ത് വന്നിട്ട് ഭയങ്കര ഓവറായിട്ട് ഇങ്ങനെ മോളെ പരിചയപ്പെടുത്തുകയാണ്. മോളെന്നെ കണ്ടപ്പോൾ ഹായ് അങ്കിൾ എന്ന് പറയുന്നതിന് പറഞ്ഞു. ഞാൻ ഹായ് പറഞ്ഞു. ആ മോൾക്ക് അങ്കിളിനെ മനസ്സിലായോ? ഞാൻ കണ്ടിട്ടുണ്ട്, അങ്കിളിൻ്റെ ഞാൻ 1-2 വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് മോളിങ്ങനെ പറയുകയാണ്. അദ്ദേഹം മോളെ കൊടുത്ത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി, അവൾ ഗൾഫിലൊക്കെ പഠിച്ചു വന്നൊരു കുട്ടിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ മോള് ഇരിക്കുന്നു, ഞാൻ നോക്കിയിരിക്കുക, നല്ല തങ്കപ്പെട്ട കുട്ടി. അവൾക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്നോട് ചോദിക്കും, എന്നെ പറ്റി ചോദിക്കുന്നുണ്ട്, എൻ്റെ പ്രൊഫഷനെ പറ്റി ചോദിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിലെ കുട്ടികളെ പറ്റി ചോദിക്കുന്നുണ്ട്, ഭാര്യയെ പറ്റി ചോദിക്കുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ കുട്ടീനെ തീർത്ത് ചോദിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവരെൻ്റെ മുഖത്തിൽ നോക്കണം, കണ്ടാ എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല, കാരണം കുട്ടി വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പല കുട്ടികളൊന്നും വളരെ ഇൻട്രോവേർട്ടാണ്, പക്ഷേ ഈ കുട്ടി ഒരു ഇത്തിരി എക്സ്ട്രോവേർട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു മോളെന്താ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവളിങ്ങനെ നോക്കിയിട്ട് ഇവരൊരു ചായ പറഞ്ഞു. പക്ഷെ മോള് എന്താ ചെയ്തറിയോ, പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് തൊട്ടപ്പുറത്തൊരു സപ്ലയർ നിൽക്കുന്നുണ്ട്. ആ സപ്ലയർ പറഞ്ഞു അങ്കിൾ ഒന്നുകൊണ്ട് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓടി വന്നു, എന്താ മോളെന്ന് വെച്ച് വന്നു. അങ്കിൾ ഇവിടെ എന്താ സ്പെഷ്യലായിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടെ മോളെ ഇവിടുത്തെ ബിരിയാണി ഭയങ്കര സ്പെഷ്യലാണെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ പിന്നെ എനിക്കൊരു ബിരിയാണി കൊണ്ടുവരും അങ്കിൾ എന്ന് പറഞ്ഞു. അങ്ങനെ അവളൊരു ചിക്കൻ ബിരിയാണി ഞാൻ തോന്നുന്നു ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് കുട്ടി കൈ കഴുകാൻ വേണ്ടി പോയപ്പോൾ തന്നെ ഇവനോട് ചോദിക്കുകയാണ്, ഈ കുട്ടിയുടെ അച്ഛനോട് ചോദിക്കുകയാണ്,
കണ്ട 4 മണിക്കൊക്കെ ആരെങ്കിലും ബിരിയാണി നിന്നോ? 4 മണിക്ക് കുട്ടി ബിരിയാണി നിന്നാണ്. മാത്രമല്ല സപ്ലയറെ പോയിട്ട് അങ്കിൾ എന്ന് വിളിക്കുന്നു. നീ കണ്ടോ? സപ്ലയർ ആരെങ്കിലൊക്കെ അങ്കിൾ എന്നൊക്കെ വിളിക്കൂ എന്ന് വെച്ചു. ഞാൻ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടി കൈ കഴുകി തിരിച്ചു വന്നിരുന്നു. ആ സപ്ലയർ അവിടെ ഫുഡ് കൊടുന്ന് വെച്ചു. ഫുഡ് കൊടുന്ന് വെച്ച പാടെ ഈ കുട്ടി അയാളോട് പറഞ്ഞ ഡയലോഗ് എന്തായിരുന്നു? താങ്ക് യു അങ്കിൾ എന്ന് പറഞ്ഞു. ഉടനെ ആ സപ്ലയറെ നോക്കുമ്പോൾ എന്തോ ഒരു പെരുന്നാൾ മാസം കണ്ട പോലെ ഭയങ്കര പ്രസന്നമായി മാറി. കാരണം അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുട്ടി അയാളങ്ങനെ താങ്ക് യു ഒക്കെ പറയുന്നത്. ഒരു സാധനം കൊണ്ട് വെച്ചു കൊടുത്തപ്പോൾ, ഒരു ഭക്ഷണ സാധനം കൊണ്ട് വെച്ചു കൊടുത്തപ്പോൾ ഒരാൾ താങ്ക് യു പറയുന്നത് ആദ്യമായിട്ടാണ്. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അയാൾ ഓക്കെ മോളെ കഴിച്ചു എന്ന് പറഞ്ഞ് അയാൾ പോവുകയും ചെയ്തു. ഈ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടി അങ്ങനെ കുറച്ച് ടേസ്റ്റ് ചെയ്യുന്നതായിട്ട് എന്നെ നിർബന്ധിക്കുകയാണ്. എൻ്റെ പ്ലേറ്റിലേക്ക് കുറച്ച് ബിരിയാണി എനിക്ക് ഇട്ടിരുന്നു. ഞാൻ വേണ്ട മോളെ എന്ന് പറഞ്ഞു. സാറല്ലേ ഞങ്ങൾ ഒന്ന് കഴിച്ച് നോക്കുന്നു. എനിക്ക് ആദ്യം തന്നു കുറച്ച് എൻ്റെ പ്ലേറ്റിലേക്ക്, കുറച്ച് അവളുടെ ഫാദറിൻ്റെ പ്ലേറ്റിലേക്ക് നിർബന്ധിച്ചിട്ട് ഞങ്ങൾ 2 പേർക്കും തന്നതിന് ശേഷമാണ് ആ കുട്ടി കഴിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കണം. കണ്ട എന്തോ ഒരു അബ്നോർമാലിറ്റി ഇല്ലേ എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു. ആ കുട്ടി നന്നായിട്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു. എന്നിട്ട് പറഞ്ഞ ഡയലോഗും, നല്ല ബിരിയാണി ഇല്ലല്ലേ അങ്കിൾ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ആ സപ്ലയർ അടുത്തേക്ക് വന്നു. സപ്ലയർ ഇങ്ങനെ അടുത്തേക്ക് വന്ന സമയത്ത് ഈ കുട്ടി ഇങ്ങനെ പെട്ടെന്ന് സപ്ലയർ മൊത്തം വരികയാണ്. അങ്കിൾ ബിരിയാണി സൂപ്പറാട്ടോ, നന്നായിട്ടുണ്ട് അങ്കിൾ എന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ ഭയങ്കര സന്തോഷം. തന്നെയാണ് മോളെ, താങ്ക് യു എന്ന് പറയുകയാണ്. അപ്പോൾ ആരാ അങ്കിൾ ബിരിയാണി ഉണ്ടാക്കിയത് എന്ന് പറയും. അത് മോളെ അടുക്കളയിൽ ഷെഫാണ് ബിരിയാണി ഉണ്ടാക്കിയത് എന്ന് പറയും. തന്നെ ഓക്കെ എനിക്ക് അങ്കിളൊന്ന് കാണാൻ പറ്റുമോ എന്ന് വെച്ചാൽ. എന്തിനാ മോളെ എന്ന് വെച്ചാൽ, അല്ല എനിക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഇതിനൊന്ന് കൺഗ്രാജുലേഷൻ പറയാൻ വേണ്ടിയിട്ടാണ്, നല്ല ബിരിയാണി. ഓക്കെ എന്നാൽ മോള് വാ തന്നെ അയാൾ വിളിക്കുകയാണ്. അപ്പോൾ കുട്ടി ഈ സപ്ലയറെ കൂടെ അടുക്കളയ്ക്ക് പോകുമ്പോൾ ഇയാൾ പറയും, മോളെ വേണ്ട അത് ഇവിടെ നിന്ന് പോകണ്ട. ഞാൻ പറഞ്ഞു നിൽക്കണം നീ ബേജാറാവല്ലേ, മോളിപ്പോൾ വരും, മോളെ വേഗം പോയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മോള് പോയി. നോക്കിയാണ് ഇവനോട് ഇതാണ് കുട്ടിയുടെ പ്രശ്നം. അങ്ങനെ ആര് വിളിച്ചാലും കൂടെ പോകും, ഭയങ്കര ടോക്കറ്റീവാണ്. അതാണ് കുറേ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞ ഡയലോഗുണ്ട്. മോനെ, മാടമ്പള്ളിയിലെ മനോരോഗി നീ വിചാരിക്കുന്ന പോലെ നിൻ്റെ മകളല്ല, അത് നീയാണ്. നിനക്ക് വട്ടാണ്. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞിട്ട് നല്ലൊരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ചികിത്സിക്കാനും ഭ്രാന്താശുപത്രിയിലാക്കാനും നോക്കുന്നത് നിനക്കാണ് വട്ട്. ആ കുട്ടി ഒരു കുഴപ്പമില്ല, കുറച്ച് എക്സ്ട്രോവേർട്ട് അത് മാത്രമേ ഉള്ളൂ. അതൊക്കെ നല്ലതല്ലേ? കുട്ടികൾ ആക്റ്റീവ് ആവണ്ടേ? കുട്ടികൾ ഇതുപോലെ നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളല്ലേ നമ്മുടെ നാടിൻ്റെ അസറ്റ്. കുട്ടികൾ ഇങ്ങനെ ഇരുന്നാലേ അത് വളരെ മോശമല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അല്ല, അപ്പോൾ പല കുട്ടികളും ഇതേപോലെ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെ യഥാർത്ഥ മനോരോഗി അല്ലേ, മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരാ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കുട്ടികളിൽ തുടങ്ങി ചിലപ്പോൾ എത്തിപ്പെടുന്ന ആരായിരിക്കും? പാരൻസിലായിരിക്കും. ഒരു കുടുംബത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും പാരൻസ് കുട്ടികളെയും കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരും. നമ്മൾ ഈ പറഞ്ഞ 2 കേസിലും പറഞ്ഞ പോലെ കുട്ടികളെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ചികിത്സിക്കുന്നത് ആരായിരിക്കും? ഈ പാരൻസിനായിരിക്കും. കാരണം നമ്മളിതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തി കഴിയുമ്പോൾ അതിൻ്റെ വിത്ത് ഉറങ്ങിക്കിടക്കുന്നത് ഈ പാരൻസിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ആ വിത്ത് പുറത്തെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ ഒരു അന്തരീക്ഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ ചില പാരൻസൊക്കെ വരാൻ ചില മക്കളോട് തന്നെ പറയാറുണ്ട്, മക്കളെ പറ്റി പറയാറുണ്ട്, സാർ അവൻ അടങ്ങിയിരിക്കില്ല, ഭയങ്കര പുറത്തിയാണ്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും സാറേ, വീട്ടിൽ ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റോറി പറയാറുണ്ട്. ഇതേപോലെ ഒരാൾ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മക്കളെ പറ്റി ഇങ്ങനെ ദൂഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിൽ നശിച്ച കുറേ എണ്ണം ഉണ്ട്, ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കില്ല, കുറേ കുരുത്തക്കെട്ട കുറേ എണ്ണം ഉണ്ട്, ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല എന്ന് പറഞ്ഞ് ഇയാളിങ്ങനെ മക്കളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തൊട്ടടുത്ത വീട്ടിലൊരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ പറയലടാ, നീ മക്കളെ പറ്റി നീ ഇങ്ങനെ പറയല്ലേ, നിൻ്റെ വിഷമം നിൻ്റെ വീട്ടിൽ ഒരു സാധനം വെച്ചെടുത്ത് ഇരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. പക്ഷേ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ? ഞങ്ങൾ 20 വർഷം മുമ്പ് ഞങ്ങളുടെ വീട്ടിലൊരു സാധനം കൊണ്ടുവന്ന് വെച്ചതാണ്, ഒരു കൊച്ചു കുഞ്ഞിനെ കളിക്കാനുള്ള കളിപ്പാട്ടം. ആ കളിപ്പാട്ടം ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്, സ്ഥാനം മാറിയിട്ടേ ഇല്ല. ഇതാണ് ഞങ്ങളുടെ വിഷമം. ഓക്കെ, കാരണം നിനക്ക് കുരുത്തം കെട്ടതാണെങ്കിലും 2-3 പിള്ളേരുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കുട്ടികളില്ലടാ. ആ ഒരു കുട്ടി ഉണ്ടാവുന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചൊരു കളിപ്പാട്ടം ഇപ്പോഴും അവിടെ തന്നെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഞങ്ങളുടെ സങ്കടമല്ലടാ വലുത്, നിനക്ക് മക്കളില്ലേ, അത് വലിയൊരു അസറ്റല്ലേ, നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിൻ്റെ മക്കളെ പറ്റി അങ്ങനെ മോശം പറയരുത് എന്ന് അയാൾ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഇതും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ കുട്ടികൾ ആക്റ്റീവ് ആകും. അപ്പോൾ ഈ കുട്ടിയെ പോലെ എല്ലാവരോടും സംസാരിക്കുക, ഇടപഴകുക, ചോദ്യങ്ങൾ ചോദിക്കുക, അതിനുള്ള ഉത്തരം പറയുക, ആ ഒരു ആങ്സൈറ്റി, ആ ഒരു ക്യൂരിയോസിറ്റി, അവരുടെ ഉള്ളിൽ ആ ഒരു ക്യൂരിയോസിറ്റി, ആ എന്തൂസിയാസം, അത് വളരെ പോസിറ്റീവായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും നെഗറ്റീവായിട്ടൊരു കാര്യമല്ല. അപ്പോൾ പല പാരൻസും ഇങ്ങനെയാണ്, അവർക്കിത് എന്തോ വലിയ സംഭവമാണ്,
ഒരു സാധനം വെച്ചോടത്ത് ഇരിക്കുന്നില്ല, കുട്ടിയെടുത്ത് മാറ്റി വെക്കുന്നു. വെച്ചപ്പോൾ ഞാൻ പറയാറുണ്ട് അവരോട്, പലപ്പോഴും ഞാൻ പല പരസ്യം മൊത്തം പറഞ്ഞിട്ടുണ്ട്, സാറേ ഒരു സാധനം വെച്ചോടത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് വീടെന്നല്ല, മ്യൂസിയം എന്നാണ്. ഒരു കുട്ടിയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തിയാൽ അതേപടി അനങ്ങാണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, ചില ആൾക്കാർ പറയണ്ട എൻ്റെ മോളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, ഒരു ശല്യമില്ല. വെച്ചോടത്ത് കൊണ്ടുപോയിരിക്കും. വെച്ചോടത്ത് ഇരിക്കണമെങ്കിൽ അത് പാവക്കുട്ടിയാണ്, മനുഷ്യക്കുട്ടിയല്ല, ബൊമ്മക്കുട്ടിയാണത്. കുട്ടികളായ അവർ വളരെ ആക്റ്റീവായിരിക്കണം, ഹൈപ്പർ ആക്റ്റീവായിരിക്കണം, അങ്ങോട്ട് ഓടണം, ചാടണം, തട്ടിമറിച്ചിടണം, പൊട്ടിക്കണം, രണ്ട് പാത്രം പൊട്ടിക്കണം. ഇതെല്ലാം ചേരുമ്പോഴാണ് വീടായി മാറുന്നത്. അല്ലെങ്കിൽ എന്തിനു കൊള്ളാം ആ വീട്? അപ്പോൾ പല കാരണങ്ങളുടെയും മൂല കാരണം നമുക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൻ്റെ മൂല കാരണം കണ്ടെത്തണം. ആ മൂല കാരണം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല ഒരു റെമഡിയൽ മെഷറാണ് ഈ 5Y അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഒരു കുട്ടി വന്നിരിക്കുകയാണ്, നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയും, പക്ഷേ അത് വെറും സബ്ജക്റ്റ് അല്ല, അത് മജ്ജയും മാംസവും ഉള്ളൊരു വ്യക്തിയായിട്ട് ആദ്യം കാണാൻ പഠിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കണം. ഓരോ കാര്യങ്ങളായിട്ട് അവരുടെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം. ആ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ കഴിയണമെങ്കിൽ നമ്മൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നല്ല ലിസണേഴ്സാണ്. നമ്മൾ അവരോട് പറയാം, മോനെ നീ സംസാരിക്കുക, ഞാൻ കേൾക്കാം, നീ സംസാരിച്ചോ, നിൻ്റെ ഉള്ളിലൊക്കെ സംസാരിച്ചോ, എന്ത് വേണമെങ്കിലും പറയാം, അങ്ങൾ കേട്ടിരിക്കാം എന്ന് പറയുമ്പോൾ അവരിങ്ങനെ പറയും ഓരോരോ കാര്യങ്ങൾ. ആദ്യം വളരെ സ്ലോ ആയിട്ട് വളരെ മുറിച്ച് ഇങ്ങനെ പറയും, പിന്നെ ഇങ്ങനെ സ്പീഡ് കൂടുക, മൊമെൻറ്റം കൂടി വരും. പിന്നെ അവരുടെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളോട് പറയും. ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ഒന്നുകിൽ നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു നോട്ട്സ് എടുത്തിട്ട് നമ്മൾ കുറിപ്പെടുത്ത് നമ്മൾ വെക്കണം. അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ചില പോയിന്റ്സ് നമുക്ക് വിട്ടുപോകാൻ പാടില്ല. അപ്പോൾ ഈ പോയിന്റ്സിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പദപ്രശ്നം പൂരിപ്പിക്കുന്ന പോലെ നമ്മൾ പൂരിപ്പിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ കൃത്യമായ ഒരു രൂപരേഖ നമുക്ക് കിട്ടും. അല്ല, ഈ കുട്ടികളിങ്ങനെ പറയുമ്പോൾ പണ്ടൊക്കെ ഉണ്ടാവാറില്ലേ, ഇങ്ങനെ നമ്മളിപ്പോൾ കുത്തുകൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേക രൂപമായി മാറുന്ന ബാലരമയിലൊക്കെ ഉണ്ടാവാറില്ലേ, അതുപോലെ ഇവരിങ്ങനെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമുക്ക് കുറേ പോയിന്റ്സ് കിട്ടും. അതൊക്കെ കുറേ കുത്തുകളാണ്. ഈ പോയിന്റ്സ് നമ്മൾ ഇങ്ങനെ ചങ്ങലക്കണ്ണി പോലെ ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയട്ടെ, നെഗറ്റീവും പറയട്ടെ, പക്ഷേ പറ്റുമെങ്കിൽ നെഗറ്റീവ് കൂടുതൽ പറയട്ടെ. പലപ്പോഴും പല കൗൺസിലേഴ്സും പല ട്രെയിനേഴ്സും പറയാറുണ്ട്, നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ല, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അതുകൊണ്ട് തീരെ യോജിക്കാത്ത ഒരാളാണ്. ഭയങ്കര എതിർപ്പാണ് എനിക്ക് ആ ഒരു കോൺസെപ്റ്റിനോട്. കാരണം നമ്മളൊരു പ്രശ്നം നമ്മൾ പരിഹരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഉള്ളിലെ എല്ലാ നെഗറ്റിവിറ്റി, എല്ലാ ടോക്സിസിറ്റി എടുത്ത് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് വേണ്ടത്, അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് വിചാരിക്കാം. നിങ്ങൾക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എന്ന് വിചാരിക്കാം. ആ ഛർദി അടക്കി പിടിച്ചുകൊണ്ട് ഛർദ്ദിച്ച് കളയാതെ, ഉള്ളിലുള്ള ഛർദികളൊന്നും ഛർദ്ദിച്ച് കളയാതെ നിങ്ങൾ എന്ത് ചെയ്തു, വേറെയും ഭക്ഷണം വാരി കഴിച്ചാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ഈ കഴിച്ച ഭക്ഷണം ഉള്ളിലുള്ള ഛർദിയും എല്ലാം കൂടെ പുറത്തേക്ക് അങ്ങോട്ട് തള്ളും. ഓക്കെ, എല്ലാം മൊത്തത്തിൽ എല്ലാ ഫുഡും വേസ്റ്റ് ആയി പോകും. ഓക്കെ, മൊത്തത്തിൽ നിങ്ങൾ ഛർദ്ദിച്ചാകെ അനുഭവം. അതേസമയം നേരെ മറിച്ച് നിങ്ങൾ പുറത്തേക്ക് പോയിട്ട് ആദ്യം നിങ്ങളുടെ ഉള്ളിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഛർദ്ദിച്ച് പുറത്തേക്ക് തള്ളിയതിന് ശേഷം വയറ് പൂർണ്ണമായി ക്ലീൻ ആയതിനു ശേഷം നിങ്ങൾ അടുത്ത ഭക്ഷണത്തെ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിൽ ഉറഞ്ഞിരിക്കുക, അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുന്ന ഈ സൊല്യൂഷനും. അപ്പോൾ സൊല്യൂഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം അവരുടെ ഉള്ളിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും പുറത്തേക്ക് വന്നോട്ടെ, അതിന് ശേഷം വേണം നമ്മൾ സൊല്യൂഷൻ കൊടുക്കാൻ. ഉദാഹരണം വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചില്ല് പാത്രത്തിൽ, അല്ലേ, ഒരു ഗ്ലാസ് ജാർ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഗ്ലാസ് ജാറിൽ കുറേ അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ അതിലേക്ക് കുറച്ച് നല്ല വെള്ളം, മിനറൽ വാട്ടർ ഒഴിച്ചു എന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കുക? നമ്മൾ ഈ ഒഴിച്ച വെള്ളം കൂടി മലിനമാവുകയാണ് ചെയ്യുക. അതേസമയം നമ്മൾ അങ്ങനെ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിലുള്ള ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് ഒഴുക്കി കളഞ്ഞ് ആ പാത്രമൊക്കെ നല്ലൊന്ന് വൃത്തിയായിട്ട് കഴുകി, സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പൂർണ്ണമായി അത് കണ്ണാടി പോലെ തിളങ്ങുന്ന ഒരു സാഹചര്യത്തിന് ശേഷം എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചാലാണ് അതിലുള്ള വെള്ളം നല്ല വെള്ളമായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പഴയ വെള്ളത്തിൻ്റെ കൂടെ, അല്ല, ഈ ദുഷിച്ച വെള്ളത്തിൻ്റെ കൂടെ നല്ല വെള്ളം കൂടി ചേരുമ്പോൾ എന്ത് സംഭവിക്കുക? ഈ നല്ല വെള്ളം കൂടി ദുഷിച്ച വെള്ളമായിട്ട് മാറുകയാണ് ചെയ്യുക. അതുപോലെയാണ് അവരുടെ ഉള്ളിൽ ഒരുപാട് തെറ്റായ ധാരണകളും നെഗറ്റീവ് വിചാരങ്ങളും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കെ നമ്മൾ എത്ര പോസിറ്റീവ് കൊടുത്താലും ഒരു കാര്യമില്ല, നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവൊക്കെ നെഗറ്റീവായി മാറുകയും ചെയ്യുള്ളൂ. അതേസമയം അവർ പറഞ്ഞ് അവരെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റിവിറ്റീസും നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് തൂത്തുവാരി കളയണം. ഓക്കെ, ടോട്ടലി അവരെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാനുള്ള എല്ലാ സാഹചര്യം കൊടുക്കണം. അങ്ങനെ അവരുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് വികാരങ്ങളും നെഗറ്റീവ് വിചാരങ്ങളും പുറത്തേക്ക് തൂത്ത് കളഞ്ഞതിന് ശേഷം, മൈൻഡ് ശുദ്ധമായതിനു ശേഷം വേണം നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള നല്ല കാര്യങ്ങൾ അവരിലേക്ക് പകർന്നു കൊടുക്കാൻ.
അല്ലേ? അപ്പോൾ നമ്മൾ ചില അതാണ് നമ്മുടെ പ്രശ്നം പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം. അതാണ് നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റീസ് കൊണ്ട് പോരട്ടെ. നെഗറ്റിവിറ്റീസ് എന്നാണ് ചിലപ്പോൾ കൂടുതൽ പോയിന്റുകൾ നമുക്ക് കിട്ടുക. അപ്പോൾ പലരും പറയുന്ന പോലെ നിങ്ങൾ നെഗറ്റീവ് പറയല്ലേ എന്ന് പറഞ്ഞാൽ വളരെ അത് മോശമാണ്. അപ്പോൾ നിങ്ങൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണല്ലോ, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നെഗറ്റീവ് പറയാൻ പാടില്ല, നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല എന്നത്. പക്ഷേ ഞാൻ നമ്മൾ ചോദിക്കുന്നത് ജെന്യൂനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഡോക്ടറത്തേക്ക് പോകുന്നു. ഡോക്ടറത്തേക്ക് പോയിട്ട് നമ്മൾ പറയുകയാണ്, സാറേ എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല, ഓക്കെ, എൻ്റെ മൂക്കിന് ഒരു കുഴപ്പമില്ല, ഓക്കെ, എൻ്റെ പല്ലിന് ഒരു കുഴപ്പമില്ല, എൻ്റെ കൈക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ചോദിക്കും എൻ്റെ തലക്കാണോ കുഴപ്പം എന്ന് ചോദിക്കും. കാരണം നമ്മൾ എന്തിനാണ് പോയത്? ഡോക്ടറെ കാണാൻ വേണ്ടി പോയത് എന്തിനാണ്? ഓക്കെ, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലെങ്കിൽ നമ്മൾ പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി പോവില്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവ് മാത്രം പറഞ്ഞ് ശീലിച്ച ആളാണ്, നമ്മൾ ഫുൾ പോസിറ്റീവിൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടറത്തേക്ക് പോയിട്ട് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പോയിട്ട് ഡോക്ടർ എനിക്ക് അവിടെ കുഴപ്പമില്ല, ഇവിടെ കുഴപ്പമില്ല, അവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ? ഇല്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, നമ്മൾ നേരെ ചൊവ്വേ കാര്യം പറഞ്ഞു, സാറേ എൻ്റെ വയറിന് ഭയങ്കര വേദന ഉണ്ട്, വേറെ എവിടെയും കുഴപ്പമൊന്നുമില്ല, വയറിന് മാത്രം ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ആ നെഗറ്റിവിറ്റി നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ച് കൊടുത്താൽ മാത്രമേ ആ ഡോക്ടർക്ക് അതിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ. അതിനെ നമ്മൾ ചികിത്സിച്ചിട്ട് അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള മരുന്ന് തന്ന് അതിനെ ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ ഡോക്ടറുടെ സമയം നമ്മൾ വേസ്റ്റ് ആക്കാണ്, നമ്മുടെ സമയം നമ്മൾ വേസ്റ്റ് ആക്കാണ്, ഡോക്ടർ ഇറിറ്റേറ്റഡ് ആകും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവും കൂടി നമ്മൾ തുറന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നമ്മുടെ ക്ലയൻറ്റിന് മുമ്പിലുള്ള അയാളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും നമ്മൾ കേട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും കൃത്യമായിട്ട് ഈ കുത്തുകൾ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കുക. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യരുത്? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ ഒരിക്കലും നമ്മൾ ക്ലയൻസിനെ നിർബന്ധിക്കരുത്. നമ്മൾ അവരെ നെഗറ്റീവ് പരമാവധി പറയാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. കാരണം നെഗറ്റീവ് എല്ലാം നമ്മൾ പറഞ്ഞ് അതൊന്ന് വെന്റിലേറ്റ് ചെയ്യാനുള്ള സാഹചര്യം കൊടുക്കുക. ഇതൊക്കെ പറഞ്ഞ് ഫുൾ പുറത്തേക്ക് വന്ന് കഴിയുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക. അപ്പോൾ ഈ ഹിപ്നോട്ടിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് ആൾക്കാരുടെ മൈൻഡ് ക്ലിയർ ആവുള്ള കാരണം എന്താ? വേറെ ഒന്നുമില്ല, ആ ഹിപ്നോട്ടിസിൽ നിന്ന് അവരുടെ ഉള്ളിലുള്ള എല്ലാ തെറ്റായിട്ടുള്ള കാര്യങ്ങളും അവർ പറഞ്ഞ് പുറത്തേക്ക് എടുത്ത് കളയും. അതുകൊണ്ടാണ് അപ്പോൾ ഹിപ്നോട്ടിസം എഫക്റ്റീവ് ആവുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ 5Y അനാലിസിസിലൂടെ നിങ്ങൾ പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഒരുപാട് പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവിടെ എല്ലാ ഇംപ്യൂട്ടീസും പുറത്തെടുക്കാൻ ശ്രമിക്കാം. അതൊരു തെറ്റേ അല്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ചാർജ് എടുക്കാൻ വിചാരിക്കുക. ഓക്കെ, ഒരു പുതിയൊരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരു പുതിയ പോലീസ് സ്റ്റേഷനിൽ ജോലിക്ക് കയറുകയാണെന്ന് വിചാരിക്കുക. അയാൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്തായിരിക്കും? ആ നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ കേടികളുടെയും ലിസ്റ്റ് എടുക്കും. ഓക്കെ, ആ കേടികളുടെ ലിസ്റ്റ് എടുത്തിട്ട് ആരൊക്കെയാണ് ആ നാട്ടിലെ പ്രശ്നക്കാരെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ആ ഇൻസ്പെക്ടർക്ക് അവർക്ക് ഓരോരുത്തർക്കും അനുസരിച്ച രീതിയിൽ ആ നാട്ടിൽ നിയമ നടപടി സ്വീകരിക്കാൻ സാധിക്കുക. ഓക്കെ, ആ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനതിന് സാധിക്കണമെങ്കിൽ അവിടുത്തെ ഈ കേടികളെ ആദ്യം പഠിച്ചാലേ പറ്റുള്ളൂ. അവരെ ഓരോരുത്തരെയും പഠിച്ചെടുത്തിട്ട് അവരെ നമ്മളൊന്ന് മെരുക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, നല്ലവരായിട്ടുള്ള ആൾക്കാരോട് മാത്രം നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ പകരം എന്ത് ചെയ്യുക? നമ്മൾ ഈ കേടുകളെ കണ്ടെത്തിയിട്ട് അവരെ ആദ്യം ഒന്ന് നേരാക്കി എടുത്തു കഴിഞ്ഞാൽ ആ നാട്ടിൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഓക്കെ, ആ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വ്യക്തി, നമ്മുടെ ഉള്ളിലുള്ള വ്യക്തി, അയാളുടെ ഉള്ളിലുള്ള കേടികൾ, അയാളുടെ ഈ നെഗറ്റീവ് വികാരങ്ങളാണ് നമ്മൾ കേടികളായിട്ട് നമ്മൾ എടുക്കുന്നത്. അയാളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് വികാരങ്ങൾ, നെഗറ്റീവ് വിചാരങ്ങളാകുന്ന എല്ലാ കേടുകളെയും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ട് ശേഷം നമ്മൾ അവരെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് പുറത്തേക്ക് എടുത്ത് കളയാം. അതോടുകൂടി എന്ത് ചെയ്യും? അവരെ മൈൻഡ് ശുദ്ധമാകും. പിന്നെ നമ്മൾ പറയുന്ന നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും അതിനനുസരിച്ച് തീരുമാനം എടുക്കാനും അവരെ മൈൻഡ് സജ്ജമാകും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആസ് എ കരിയർ കൗൺസിലർ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒരു ഡിസിഷൻ എടുത്ത് കൊടുക്കില്ല വേണ്ടത്, പകരം ഡിസിഷൻ എടുക്കാൻ നമ്മൾ അവരെ സഹായിക്കുകയാണ് വേണ്ടത്. നമ്മുടെ മുമ്പുള്ള വിദ്യാർത്ഥികളെ ഒരു തീരുമാനം നമ്മൾ അങ്ങോട്ട് പറയല്ല വേണ്ടത്. എന്ത് ചെയ്യണം? ആ ഡിസിഷൻ എടുക്കാൻ നമ്മൾ അവരെ സഹായിക്കുകയാണ് വേണ്ടത്. തീരുമാനം അവരുടേതാണ്, പക്ഷേ ആ തീരുമാനത്തിലേക്കുള്ള വഴി കാണിക്കേണ്ടതാണ് നമ്മുടെ ജോലി. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഓക്കെ ഇനി ഇതാണ് നിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞ് അവർക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റണം. അല്ലാതെ നമ്മൾ ഒരു ഫൈനൽ ഡിസിഷൻ പറയുകയല്ല അവിടെ വേണ്ടത്. ഇന്ന് പല കരിയർ കൗൺസിലേഴ്സിനും തെറ്റുപറ്റുന്നൊരു മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അവർ ചാടി കയറി ഒരു തീരുമാനം അങ്ങ് പറയും, മോനെ നിനക്ക് പറ്റിയ മേഖല ഇന്നതാട്ടോ എന്ന് പറയും. അതാണ് വലിയൊരു തെറ്റ്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ 5Y അനാലിസിസ് പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രശ്നത്തിൻ്റെ റൂട്ട് കോസസ് നമ്മൾ കണ്ടെത്തിയിട്ട് ആ റൂട്ട് കോസിനെ നമ്മൾ വേരോടെ എടുത്ത് പിഴുതങ്ങോട്ട് കളഞ്ഞാൽ നിരന്തരമായൊരു പരിഹാരം ആ പ്രശ്നത്തിനുണ്ടാകും. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ചില്ല വെട്ടിയത് കൊണ്ടോ കൊമ്പ് വെട്ടിയത് കൊണ്ടോ തടി വെട്ടിയത് കൊണ്ടോ എന്ത് ചെയ്യില്ല,
ഈ പ്രശ്നമാകുന്ന മഹാവൃക്ഷം വളരാതിരിക്കില്ല. അത് വീണ്ടും പൊടിച്ച് ഉയർത്തു വരും. അതിന് പകരം അതിനെ വേരോടെ എടുത്ത് കളയുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ അടുത്ത് പിടിച്ച് നോക്കരുത്. ചില ആൾക്കാർ പറയും നമ്മൾ പ്രോബ്ലത്തിന് നിങ്ങൾ പരിഹരിക്കണം, ഞാൻ അടുത്ത് പിടിച്ച് നോക്കൂ എന്ന് പറയും. ഒരിക്കലും ചെയ്യരുത്. ഒരു പ്രോബ്ലത്തിനെ വിട്ട് പിടിച്ച് നോക്കുക. ഓക്കെ, അതായത് നമ്മൾ തേർഡ് പേഴ്സൺ ആംഗിളിൽ നമ്മൾ ചിന്തിച്ച് കഴിയുക. ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മളെന്തിനാണ് കൗൺസിലറത്തേക്ക് പോകുന്നത്? നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നമായി നമ്മൾ കൗൺസിലറത്തേക്ക് പോകും. അപ്പോൾ കൗൺസിലർക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അയാൾ നമ്മുടെ ആ ഒരു ടീമിൽ പെട്ട ആളല്ല, അയാൾ പുറത്തുനിന്നുള്ള ഒരാളാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള ഒരാൾ ആ ഒരു തേർഡ് പേഴ്സൺ വ്യൂവിൽ ആ വിഷയത്തെ സമീപിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ റൂട്ട് കോസ് കണ്ടെത്താൻ സാധിക്കുകയും അതിന് കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്, അല്ലേ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും നമ്മളത്തേക്ക് ഒരു കൗൺസിലിങ്ങിന് വരുന്നു. അപ്പോൾ ഞാനാണ് കൗൺസിലർ എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഭാര്യയുടെ ഭാഗത്തുള്ള ആളുമല്ല, ഭർത്താവിൻ്റെ ഭാഗത്തുള്ള ആളുമല്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുക, നമ്മളൊരു തേർഡ് പേഴ്സൺ ആംഗിൾ, ഈ രണ്ടാളുടെയും ഭാഗത്തുനിന്നല്ലാതെ തേർഡ് പേഴ്സൺ ആംഗിൾ ചിന്തിക്കുമ്പോഴാണ് കാര്യങ്ങളുടെ വ്യക്തമായ രൂപരേഖ തെളിഞ്ഞു വരിക. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഈ പ്രശ്നങ്ങളെ വളരെ കൃത്യമായിട്ട് തേർഡ് പേഴ്സൺ ആംഗിളിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്താണ്, അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ പുതിയൊരു ശൈലി ഞാൻ അവലംബിച്ചതാണ്. ഞാൻ ഒരു തേർഡ് പേഴ്സൺ ആംഗിളിൽ നിന്ന് കാണാൻ ശ്രമിക്കും. അതായത് നജമുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തിയും അയാളുടെ ഭാര്യ തമ്മിൽ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിനെ ഡോക്ടർ നജമുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അപ്പോൾ ഡോക്ടർ നജമുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, നജമുദ്ദീൻ എന്ന് പറഞ്ഞ സാധാരണ ഭർത്താവിനെ നോക്കി പഠിക്കുമ്പോൾ കുറച്ചും കൂടി കൃത്യമായ ഐഡിയ കിട്ടും. ഓക്കെ, അയാൾ ഇന്ന ഭാഗത്ത് കുറച്ച് മുൻചുണ്ടിക്കാരനാണ്. ഓക്കെ, അയാൾ ഭാര്യയെ അത്ര കണ്ട് അങ്ങോട്ട് പരിഗണിക്കുന്നില്ല, വേണ്ട പരിഗണന കൊടുക്കുന്നില്ല, അത് ക്ലിയർ ചെയ്യണം, ഇത് ക്ലിയർ ചെയ്യണം. എന്നിട്ട് ഈ ഡോക്ടർ നജമുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ നജമുദ്ദീനെ കൗൺസിലിംഗ് ചെയ്യും. എടാ, അങ്ങനെ സംഭവിക്കരുത്, നീ ആ കാര്യം ശ്രദ്ധിക്കണം, നീ ഈ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അവനവനെ കൗൺസിൽ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് നല്ല വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. നമുക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്കിങ്ങനെ ഈ രീതിയിൽ നമുക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത് പിടിച്ച് നോക്കരുത്. ഓക്കെ, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ എന്താ പ്രശ്നം എന്നുള്ളത് അങ്ങനെ നോക്കരുത്. നേരെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കുറച്ച് വിട്ടുപിടിച്ച് നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന സംഭവത്താണ് നമുക്കൊന്ന് വിട്ടുപിടിച്ച് നോക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയ ഒരു ട്രാഫിക് ബ്ലോക്ക് നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു ട്രാഫിക് ബ്ലോക്ക് റോഡിൽ ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ തിങ്ങി കുത്തി നിൽക്കുകയാണ് എന്ന് കരുതുക. ആ റോഡിൽ നിന്ന് നമ്മൾ കാറിൽ ഇരുന്നുകൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ കുരുക്ക് എങ്ങനെ അഴിച്ച് മുമ്പോട്ട് പോകാന്നുള്ള ഒരു പിടിയും കിട്ടില്ല. നമ്മളിങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ആരെങ്കിലും തെറി വിളിച്ചുകൊണ്ടിരിക്കും, ആരെങ്കിലും ശപിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ ആ സമയം പോകും. നേരെ മറിച്ച് ആ ട്രാഫിക് ബ്ലോക്കിന് തൊട്ടടുത്തൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ബിൽഡിങ്ങിൻ്റെ രണ്ടാമത്തെ നിലയിലോ മൂന്നാമത്തെ നിലയിലോ നിന്നുകൊണ്ട് ഒരാൾ ആ ട്രാഫിക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ കൃത്യമായ കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, ഇന്നതാണ് പ്രശ്നം. ഇപ്പോൾ ആ ഓട്ടോറിക്ഷ അവിടെ വഴി മുടക്കി നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും വണ്ടികൾ ബ്ലോക്കായത്. ആ വണ്ടി ഒന്ന് അവിടെ നിന്ന് കുറച്ചൊന്ന് നീങ്ങിക്കഴിഞ്ഞാൽ ഈ സ്കൂട്ടറിനൊക്കെ കടന്നു പോകാം. അപ്പോൾ അതിൻ്റെ പുറകെ ഒരു വഴി തെളിയും. അപ്പോൾ ഓട്ടോ പൂർണ്ണമായി കടന്നു പോകും. അപ്പോൾ റൂട്ട് ക്ലിയർ ആകും. അപ്പോൾ ഈ എല്ലാ കാറുകൾക്കും പുറകെ അതിൻ്റെ ഇതിൽ പോവാം എന്ന രീതിയിൽ കൃത്യമായൊരു രൂപരേഖ നമുക്ക് തെളിഞ്ഞു വരും. എപ്പോൾ ആ ട്രാഫിക് ബ്ലോക്കിൽ നമ്മൾ ഉയർന്ന ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ നോക്കിക്കാണുമ്പോൾ, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ട്രാഫിക്കിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു പ്രശ്നത്തിനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സൊല്യൂഷൻ കിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചും കൂടി ഉയർന്ന വിധാനത്തിൽ ഇരുന്നുകൊണ്ട്, കുറച്ചും കൂടി ഒരു ഉയർന്ന ലെവലിൽ ഇരുന്നുകൊണ്ട് ആ വിഷയത്തിനെ പഠിക്കാനും അതിനെ അപഗ്രഥിക്കാനും വിലയിരുത്താനും വിശദീകരിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്കതിനെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഒരു കരിയർ കൗൺസിലർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ആയിരിക്കണം എന്ത്, ഒരു കൃത്യമായൊരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അതൊരു ടാലൻ്റാണ്. അത് തീർച്ചയായിട്ടും ഒരു കരിയർ കൗൺസിലർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ എന്തുകൊണ്ടാണ് സാധാരണ ഒരു ക്ലാസ്സിൽ തന്നെ 4-5 പോയിൻ്റൊക്കെ പറയുന്ന ഒരാൾ ഇന്ന് ഈ ഒരു പോയിൻ്റ്, അതായത് ഈ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന പോയിൻ്റ് ഇത്രയും സ്ട്രെസ് കൊടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ്റെ ഒരു അന്തസത്ത തന്നെ മറ്റുള്ളവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ആ പ്രശ്നം എന്താണ്? ഇതാണ്, എന്ത് പഠിക്കണം, എന്ത് ജോലിക്ക് പോകണം, എന്ത് കോഴ്സിന് ചേരണം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ആ കൺഫ്യൂഷനാണ് അവരുടെ പ്രശ്നം. അതിനെ റെക്ടിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നല്ലൊരു കരിയർ കൗൺസിലർ നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ അത് നമുക്ക് പറയാൻ സാധിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ മുമ്പിലേക്ക് ഒരു പയ്യൻ വരികയാണ്. അവൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനക്ക് മെഡിസിന് പോകണം എന്നാണ് അവൻ്റെ വീട്ടുകാർ പറഞ്ഞത്. മെഡിസിന് പോകണം, അതാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ അവനോട് സംസാരിക്കുകയാണ്, എടാ മോനെ, എന്താണ് നിൻ്റെ ആഗ്രഹം? ഞാൻ ചോദിക്കാം, നിനക്ക് എന്തുകൊണ്ടാണ്, വൈ യു വാണ്ട് ടു ബിക്കം എ ഡോക്ടർ, ഓക്കെ, വൈ യു വാണ്ട് ടു അപ്ലൈ ഫോർ മെഡിസിൻസ് എന്ന് ചോദിക്കും. അത് ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്ന ആൻസേഴ്സ് ഞാൻ പഠിക്കണം. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്യണം, ഈ 5 വൈ അനാലിസിസ് മെത്തേഡ് ഉപയോഗിക്കണം. വൈ 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 എന്ന് പറഞ്ഞാൽ ചോദിച്ച് ഇങ്ങനെ പുറകോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത്
അത് അവൻ്റെ ആഗ്രഹമല്ല, അവൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ആഗ്രഹമാണ് അവന് ഡോക്ടറാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ നിന്നോട് ഡോക്ടറാകാൻ വേണ്ടി പറയുന്നത് ചോദിക്കുമ്പോൾ ആ പയ്യൻ പറയാണ്, ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു ചേട്ടൻ ഇതേപോലെ MBBS പഠിച്ച് ഡോക്ടറായിട്ട് അവൻ വലിയ ഹോസ്പിറ്റലിൽ ഡോക്ടറായി ജോയിൻ ചെയ്യുകയും ഇപ്പോൾ വലിയ ശമ്പളം വാങ്ങുകയും ചെയ്യുന്നുണ്ട്, 2 ലക്ഷം രൂപ മാസം ശമ്പളം വാങ്ങുന്നുണ്ട്. അത് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ആഗ്രഹം എന്താണ്, എന്നെ പിടിച്ച് ഡോക്ടറാക്കണം എന്നാണ്. പക്ഷേ എൻ്റെ പാഷൻ എനിക്ക് ഒരു ആർട്ടിസ്റ്റായാൽ മതി എന്നാണ്, സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ മ്യൂസീഷ്യൻ ആണെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ വീട്ടുകാർ നിർബന്ധിച്ച് എന്നെ മെഡിസിന് പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മളൊരു കുട്ടിയുമായി നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് അവൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രത്യേക കോഴ്സുമായി ബന്ധപ്പെട്ട അഭിരുചിയുണ്ടോ, താല്പര്യങ്ങളുണ്ടോ, അല്ല പഠിക്കാനുള്ള കഴിവുണ്ടോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് അവൻ്റെ മുമ്പിൽ പോയിട്ട് അവനെ ശരിക്കും പഠിച്ച് വരുത്തിയിട്ട് ഓക്കെ ഈ കുട്ടിക്ക് ഏത് മേഖലയിലാണ് കൃത്യമായിട്ട് വിജയിക്കാൻ പറ്റുക എന്നുള്ള സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. ഓക്കെ, ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം, നമ്മൾ ഒറ്റ ചോദ്യത്തിൽ 2 ചോദ്യത്തിൽ അവസാനിപ്പിച്ച് പിന്നെ കാര്യങ്ങൾ നമ്മളങ്ങോട്ട് തുറന്നടിച്ച് പറഞ്ഞതിന് പകരമായിട്ട് പരമാവധി കാര്യങ്ങൾ അവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അതിന് അനുസൃതമായിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നല്ല കരിയർ കൗൺസിലർമാരാവാൻ, നല്ല പ്രോബ്ലം സോൾവേഴ്സ് ആവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരുപാട് പേരുടെ ജീവിതത്തിൽ നല്ല വെളിച്ചം വീശാൻ നമുക്ക് സാധിക്കട്ടെ. അവരുടെ എല്ലാവരുടെയും നന്ദി സൂചകമായിട്ടുള്ള ഒരു വാക്കുകൾ പിൻകാലത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ. കാരണം ഇന്നും പല കുട്ടികളും പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, വിളിച്ച് നമ്മോട് പറയാറുണ്ട്, സാറിൻ്റെ പറഞ്ഞ ഒരു തീരുമാനം, സാറ് പറഞ്ഞ ആ ഒരു മാർഗ്ഗദർശനം നമുക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു, സാറ് കാണിച്ചിരുന്ന വഴിയിലൂടെ ഞങ്ങൾ പോയി, ഞങ്ങൾ വളരെ ഹാപ്പിയാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു മുമ്പ് ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിലൊരു പയ്യൻ, അവൻ്റെ പേര് ഫെലിക്സ് എന്നാണ്, അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനെ വിളിച്ചിട്ട് പറയുന്ന സാധനം സാർ ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷേ എന്താണ് മോനെന്ന് വെച്ചു, സാറേ ഇന്ന് എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ സർവീസ് ഹെഡായിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി, ഞാൻ എന്നാണ് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സാറ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് സാറിനെ ഒന്ന് വിളിച്ച് സംസാരിക്കണം എന്ന് തോന്നി, സാറ് അനുഗ്രഹിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നതൊക്കെ പെട്ടെന്ന് തോന്നാൻ കാരണം വെച്ചപ്പോൾ പറയാണ്, സാറേ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് ഞാൻ വന്നത്, അപ്പോൾ ഞാൻ ശരിക്കും കൊല്ലം ജില്ലയിലെ യമഹ ഷോറൂമിൻ്റെ, അതായത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് എന്ന സ്ഥലത്ത് ഒരു യമഹയുടെ ഷോറൂമുണ്ട്, വലിയ ഷോറൂമായിരുന്നു. ആ ഷോറൂമിൻ്റെ GM ആയിട്ട് ഞാൻ കുറച്ച് കാലം ഉണ്ടായിരുന്നു, ഒരു 1.5 വർഷത്തെ സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പയ്യൻ എൻ്റെ അടുത്തേക്ക് ജോലിക്ക് വന്നവനായിരുന്നു. അപ്പോൾ അവനോട് അവൻ വന്നത് ശരിക്കും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വന്നത്. അവൻ സെയിൽസിലേക്ക് ജോലിക്ക് വേണ്ടി വന്നു, അവനോട് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ അവൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയപ്പോൾ അവന് അത്യാവശ്യം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച ആളായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്താണ് ഈ സെയിൽസിൽ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു അല്ല സാർ എനിക്ക് സെയിൽസിലാണ് എനിക്കിങ്ങനെ കുറച്ചുകൂടി കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടുക, കുറച്ചുകൂടി കമ്മീഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം സെയിൽസിലെത്തി നോക്കി, പക്ഷേ എനിക്ക് തോന്നി ഇവൻ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആവുക സർവീസിന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞാൽ മോനെ നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഒരിക്കലും ഇതിൽ വിജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സെയിൽസിൽ നിനക്ക് അതിൻ്റെ അഭിരുചി കുറവാണ്, നീ പഠിച്ചതും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, നീ ഒരു കാര്യം ചെയ്തോ, നീ സർവീസിൽ ഒരു കൈ നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ സർവീസിൽ സൂപ്പർവൈസറായിട്ട് ഞാൻ നിയമിച്ചു. അവൻ്റെ സൂപ്പർവൈസറായിട്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവനിങ്ങനെ കയറി വന്നു. ഇന്ന് അവൻ ആ സ്ഥാപനത്തിലെ സർവീസ് ഹെഡാണ്. ഓക്കെ, അപ്പോൾ ആ സർവീസ് ഹെഡായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവൻ എന്നെ വിളിച്ച് പറയുകയാണ്, സാർ എനിക്ക് കറക്റ്റ് പാത്താണ് കാണിച്ചു തന്നത്, ഞാൻ തെറ്റായ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ സാറ് കറക്റ്റ് പാത്ത് കാണിച്ചു തന്നതുകൊണ്ട് എനിക്ക് ഇന്ന് ആ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ സാധിച്ചു, അപ്പോൾ ഞാൻ സാറിനെ ഒരിക്കലും മറക്കില്ല എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ എന്ന് പറയുന്ന പോലെ നിങ്ങളോടും നിങ്ങൾ ഇന്ന് വഴി കാണിച്ചു കൊടുക്കുന്ന കുട്ടികൾ അത് വഴി കാണിക്കുന്നത് കൃത്യമാവട്ടെ, സ്പഷ്ടമായ വഴി കാണിക്കാനും നല്ല രീതിയിൽ അവരെ കൗൺസിൽ ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആ ഒരു മാർഗ്ഗം നല്ല മാർഗ്ഗമാവട്ടെ, അവർക്ക് ഏറ്റവും യോജിക്കുന്ന മാർഗ്ഗമാവട്ടെ, അവർക്ക് സന്തോഷം നൽകുന്നൊരു മാർഗ്ഗമായി മാറട്ടെ. അതിലൂടെ അവർ എന്നും നിങ്ങളെ നന്ദിപൂർവ്വം ഓർമ്മിക്കട്ടെ. അത് അങ്ങനെ നിങ്ങളുടെ ലൈഫിലും ഒരുപാട് സന്തോഷവും ഒരുപാട് സംതൃപ്തിയും ഉണ്ടാവട്ടെ, നമ്മുടെ ലൈഫ് വളരെ മീനിങ് ആവട്ടെ. എന്തായാലും പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ കേട്ട് മൈൻഡിൽ കളയാതെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവട്ടെ, ഒരു പുതിയ ഒരു പ്രേരണ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. എന്ത് കാര്യവും നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിനൊരു സൊല്യൂഷൻ നിർദ്ദേശിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു കരിയർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു മേഖലയിൽ മാത്രമല്ല, നിങ്ങളുടെ കുടുംബജീവിതത്തിലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും ബിസിനസ്സിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് വിജയം കൈവരിക്കാൻ സാധിക്കും. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ് നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറട്ടെ. നിങ്ങളെല്ലാവരുടെയും ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കണം. ഈ വീഡിയോ കേട്ടതിന് ശേഷം അതിന് താഴെ കമൻ്റായിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം ഒന്ന് അറിയിക്കണം. എന്തായാലും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.
അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.